നമസ്കാരം. ശ്രീ എം.എ. ബേബി മലയാളികൾക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. 2006 മുതൽ 2012 വരെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 2 തവണ രാജ്യസഭാ അംഗമായി. ഇതിനെല്ലാം പുറമെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. വാർത്തകളിൽ വളരെ സജീവ സാന്നിധ്യമാണെങ്കിലും ഈയിടെ അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം തെല്ലൊന്ന് വർദ്ധിച്ചതായി കാണുന്നുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദമാണ്. DC ബുക്സിന്റെ പച്ചക്കുതിര മാഗസിന് വേണ്ടി അദ്ദേഹവുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്താനാണ് ഞങ്ങൾ തിരുവനന്തപുരം AK സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം സർ. താങ്കളുടെ കരിയർ ഗ്രാഫ് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ചില സവിശേഷതകളുണ്ട്. 74-ലാണ് തോന്നുന്നു താങ്കൾ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായി CPM-ന്റെ. 84 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായി. 89 കേന്ദ്ര കമ്മിറ്റിയിലായി. ആദ്യ കാലഘട്ടത്തിൽ ഒരു വലിയൊരു കുതിച്ചാട്ടം താങ്കൾ സംഘടനാ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. താങ്കളെപ്പോലുള്ള ഒരാൾ വാദിക്കും അതൊരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായാലും പോളിറ്റ് ബ്യൂറോ മെമ്പറായാലും തലം ജോലി ചെയ്യുന്ന തലം മാറുന്നതേ ഉള്ളൂ. പ്രവർത്തനം ഏതാണ്ട് സമാനമാണ്. എങ്കിലും ഞാൻ കൊല്ലം ജില്ലയിലെ സഹാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, VS-ന്റെ ഒരു സ്നേഹഭാചനമായിരുന്നു. അത് താങ്കളുടെ ആദ്യ ഘട്ടങ്ങളിൽ, അതായത് സംഘടനാ പ്രവർത്തന ആദ്യ ഘട്ടങ്ങൾ വളരെ സഹായിച്ചു. 2012 താങ്കൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവുന്നത്. ഏതാണ്ട് 23 വർഷം കേന്ദ്ര കമ്മിറ്റി അംഗമായതിനു ശേഷം എങ്ങനെ കാണുന്നു? അതായത് ഒരു പെട്ടെന്ന് തളർത്തുവെങ്കിലും പൂക്കാൻ അല്പം സമയമെടുത്തു. അത് ചോദ്യത്തിന്റെ ഭാഗമായി തന്നെ പരാമർശിച്ച് കഴിഞ്ഞതാണ്. ഞാനിപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ വന്നു എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ ഇത്തരത്തിലുള്ള ചുമതലകളിൽ എനിക്ക് മുമ്പ് ഈ പാർട്ടി വളർത്തുന്നതിൽ വലിയ സംഭാവന നൽകിയ പലരും ഇത്തരം ഉത്തരവാദിത്വങ്ങളോ ചുമതലകളോ ഏറ്റെടുക്കുവാൻ അവർക്ക് അവസരം നൽകപ്പെട്ടില്ല എന്ന തരത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മനസ്സിൽ കുറ്റബോധം തന്നെ തോന്നുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് VS എന്നോട് വലിയ വാത്സല്യം കാണിച്ചു എന്ന് പറഞ്ഞു. തരത്തിൽ VS വാത്സല്യം കാണിക്കുന്നതിന് മുമ്പ് എന്നോട് വാത്സല്യം കാണിച്ചിട്ടുള്ളത് NS എന്ന് ഞങ്ങളെല്ലാം സ്നേഹത്തോടും ആദരവോടും കൂടി വിളിക്കുന്ന സാവ്യൻ ശ്രീധരനാണ്. അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല. ഒരു വാഹനാപകടത്തിൽ ദാരുണമായിട്ട് അദ്ദേഹം മരിച്ചുപോയി. പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം അന്ന് രാവിലെ പോകുമ്പോൾ അതേ വണ്ടിയിൽ തന്നെ ഞാനും ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 2 വഴിയായി പോയതുകൊണ്ടാണ് 2 വാഹനത്തിലായി പോയത്. അതല്ലെങ്കിൽ എന്താകും സംഭവിക്കുമായിരുന്നു? മരണത്തിനിടയാക്കിയ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വണ്ടിയിലെ ഒരുപക്ഷെ എനിക്കാകാമായിരുന്നു. പോട്ടെ, അത് യാദൃശ്യമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന കാലത്ത് സംഘടനയിൽ കൂടുതൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുന്നതിന് ആദ്യം മുൻകൈ എടുത്തത് NS ആണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുപോലെ തന്നെ കൊല്ലത്ത് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്ന സഖാവ് EMS-ന്റെ ശ്രദ്ധയിൽ എന്നെപ്പോലെ ഉള്ള വിദ്യാർത്ഥി പ്രവർത്തകർ, എന്നെ മാത്രമല്ല അവിടെയുള്ള മറ്റു വിദ്യാർത്ഥി പ്രവർത്തകരെയൊക്കെ കൊണ്ടുവരുന്നതിൽ സഖാവ് NS ആണ് പങ്കുവഹിച്ചിട്ടുള്ളത്. അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ സഖാവ് VS-ഉം സഖാവ് നയനാരും മറ്റ് ഒട്ടേറെ മുതിർന്ന സഖാക്കളും ഇതേപോലുള്ള വാത്സല്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഗൗരിയമ്മയെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോയപ്പോൾ കണ്ടു. സഖാവ് PK ചന്ദ്രൻ എന്ന് പറയുന്ന പുന്നപ്ര വയലാർ സമര നായകൻ, ഒരു സായുധ ദളത്തിൻ്റെ നേതാവായിരുന്നു സഖാവ് PKC. പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ആ പ്രദേശത്താകെ ഭീകരത വിതച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിന് സഖാവ് PKC നേരിട്ട് നേതൃത്വം കൊടുത്തയാളാണ്. അദ്ദേഹത്തിൻ്റെ ചരമാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് സഖാവ് ഗൗരിയമ്മയെ കണ്ടത്. അപ്പോൾ ഗൗരിയമ്മയുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ ഡൽഹി ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ താമസിക്കുന്ന ചെറിയ പാർട്ടി ക്വാർട്ടേഴ്സിൽ ഗൗരിയമ്മ വന്നതും ഞങ്ങളുടെ മകൻ അപ്പു കൊച്ചുകുട്ടിയാണെന്ന് അപ്പുവിനെ എടുത്ത് ലാളിക്കുകയും ഒക്കെ ചെയ്തതും ഒക്കെ ഞാൻ ഓർത്ത് പുസ്തകടിക്ക് പറക്കുന്നുണ്ടാക്കി പഴയ ഫോട്ടോ കണ്ടപ്പോഴാണ് ഗൗരിയമ്മ കുട്ടിയായിട്ടുള്ള അപ്പുവിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടത്. അപ്പോൾ അങ്ങനെ പാർട്ടി നേതൃത്വത്തിൻ്റെ വലിയ വാത്സല്യം പുതിയ തലമുറയിലെ മറ്റൊരുപാട് സഖാക്കൾക്കൊപ്പം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ അത് പറഞ്ഞാൽ എനിക്ക് 77 താങ്കൾ കൊല്ലം ജില്ലാ കമ്മിറ്റി 23ാമത്തെ വയസ്സിൽ. പക്ഷേ 95-ന് ശേഷം VS-ന്റെ പിടി പാർട്ടിയിൽ സംഘടനാ തലത്തിൽ അയയുന്നുണ്ട്. അതൊരു വാസ്തവമാണ്.
അതിനുശേഷം താങ്കളുടെ സംഘടനാ തലത്തിൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ക്വാണ്ടം ലീപ്പ് താങ്കൾക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. സ്വാഭാവികമായിട്ട് എല്ലാ നേതാക്കളും താങ്കളെ സഹായിച്ചിട്ടുണ്ടാകും. ഇപ്പൊ കൊല്ലം മണ്ഡലത്തിൽ അത് അങ്ങനെ നമുക്ക് ഇന്റർവ്യൂ തുടങ്ങാൻ പറ്റുള്ളൂ. താങ്കൾ ഒരു നിലപാടെടുത്തു, ഒരു സ്ഥാനത്യാഗം, അതിന് താങ്കൾ ധാർമ്മികതയുടെ പരിവേഷം നൽകി. ഞാൻ അടുത്തിടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചറിന്റെ ഒരു പ്രസ്താവന വായിച്ചു. യു കനോട്ട് ഡു ഇറ്റ് ഇൻ മാർക്സിസ്റ്റ് പാർട്ടി. പാർട്ടിയിൽ ഒരാൾക്ക് രാജിവെക്കാൻ സാധിക്കില്ല. അത് എങ്ങനെയായാലും മെമ്പർഷിപ്പിൽ നിന്ന് പോലും സാധിക്കില്ല. താങ്കൾ പറയുന്ന ന്യായം താങ്കൾ കുണ്ട്ര മണ്ഡലത്തിൽ പിന്നിലായി എന്നതാണ്. പക്ഷെ കുണ്ട്ര മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് താങ്കളുടെ മാൻഡേറ്റ് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അത് അതായത് ഒരാള് പറഞ്ഞ ഒരു അനോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ് ചോദിച്ചു, കാറ് വാങ്ങിച്ചു തന്നില്ല, പക്ഷെ കയ്യിലിരിക്കുന്ന സൈക്കിള് കളയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. നല്ലൊരു കൗതുകരമായ യുക്തിയാണ്, വാദമുഖം തന്നെയാണ്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിനോട് പ്രതികരിക്കുമ്പം ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ തീരുമാനം ഞാനും അംഗീകരിക്കുന്നു. ഞാൻ അവിടെയാണ് ഉറച്ചു നിൽക്കുക. ആ തീരുമാനത്തിന് പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും ഒരു ചർച്ചയോ പ്രതികരണമോ എനിക്ക് നടത്താൻ കഴിയില്ല. അതേസമയം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സേവ പ്രകാശ് കാരാട്ട് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, കുണ്ട്രയിലെ MLA സ്ഥാനം രാജിവെക്കാൻ തന്നെ അനുവദിക്കണം എന്ന് ഇങ്ങനെ MABB ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുന്നത് സേവ പ്രകാശ് കാരാട്ടാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ഞാൻ തനിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് പാർട്ടിയിൽ ശഠിക്കുകയല്ല ചെയ്തത്. എൻ്റെ ഈ ആവശ്യം പാർട്ടി അംഗീകരിച്ച്, പാർട്ടി ബോധ്യപ്പെട്ട്, പാർട്ടിയുടെ സമ്മതത്തോടുകൂടി പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന ആവശ്യം. അതുകൊണ്ടാണല്ലോ ഞാനിത് പാർട്ടിയിൽ ഉന്നയിച്ചതും. ഞാൻ ഒരിക്കലും അതൊരു പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ തയ്യാറാകാതിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ഇങ്ങനൊരു വിഷയമുണ്ടല്ലോ, നിങ്ങൾ കുണ്ട്ര അസംബ്ലി മണ്ഡലത്തിൽ പിന്നിൽ ഘട്ടത്തിൽ അസംബ്ലി മെമ്പറായിട്ട് തുടരുന്നതിനകത്ത് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ഉന്നയിച്ചപ്പോൾ ആ ചോദ്യത്തിനകത്ത് ഒരു ധാർമ്മികതയുടെ അംശമുണ്ട് എന്നത് ഞാൻ സമ്മതിച്ചു എന്നുള്ളതിനപ്പുറം ഞാൻ ഇങ്ങനെ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊരു ചർച്ചയായിട്ട് ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ പാർട്ടി ഈ പറഞ്ഞ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് 2 തവണ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ, പോൾ ബ്യൂറോയിലും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കി. അങ്ങനെ ഞാൻ ഉന്നയിച്ച കാര്യം ചർച്ച ചെയ്യാൻ പാർട്ടിയുടെ വിലപ്പെട്ട സമയം നീക്കിവെക്കാൻ 2 സന്ദർഭങ്ങളിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികൾ തയ്യാറായി എന്നുള്ളത് എന്നോടുള്ള ഒരു വാത്സല്യവും ഞാൻ ഉന്നയിച്ച പ്രശ്നത്തോടുള്ള പരിഗണനയും, അതുപോലെ തന്നെ ഇത്തരം ധാർമ്മികമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പാർട്ടി അംഗീകരിച്ചതിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഉന്നയിച്ച ആവശ്യം പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് എൻ്റെ സഹപ്രവർത്തകരെല്ലാം ഭൂരിപക്ഷ പ്രകാരം പറയുമ്പോൾ ഞാൻ പറയുന്നത് പാർട്ടി കേൾക്കാൻ ചർച്ച ചെയ്യാൻ തയ്യാറായി എന്ന ആ പാർട്ടിയുടെ പരിഗണനയോട് ഞാൻ പ്രതികരിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. പാർട്ടി കൂട്ടായിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള എൻ്റെ ബാധ്യത. ആ ഒരു നിലപാട് ഞാൻ എടുത്തു കഴിഞ്ഞു. ഈ പാർട്ടിയെ കുറിച്ച് വളരെ നന്നായി അറിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ MABB. ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് പാർട്ടിക്ക് സമർപ്പിച്ചാൽ, ഇപ്പൊ തന്നെ കുണ്ട്രയിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ അത് മുന്നണിക്ക് തന്നെ അത്ര നല്ലൊരു സുഖകരമായ ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. ജയിക്കില്ല നമുക്കറിയില്ല. അത്തരത്തിലൊരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിന് എന്ത് സംഭവിക്കുമെന്ന് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ MABB. എന്നിട്ടും താങ്കൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അവിടെയാണ് ചില സംശയങ്ങൾ. താങ്കൾക്കറിയാം ഇതിന് എന്ത് സംഭവിക്കുന്നത്. യു കനോട്ട് സ്വിം വെൻ ദേർ ഇസ് നോ വാട്ടർ. അല്ല, പാർട്ടി ധാർമ്മികമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകുന്ന ഒരു പാർട്ടിയാണെന്ന് ഉത്തമബോധ്യമാണ് എനിക്കുള്ളത്. ഉദാഹരണത്തിന് ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, ഉത്തരവാദിത്വങ്ങൾ വേണ്ടെന്ന് വെക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രധാനമന്ത്രി പദം, ഇതും ഞാൻ താരതമ്യപ്പെടുത്തുകയല്ല, എന്നാൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ CPIM-ന്റെ ഒരു നേതാവിന് സന്ദർഭമുണ്ടായിരുന്നു. പാർട്ടി ചർച്ച ചെയ്തത് വേണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ പാർട്ടി ധാർമ്മികമായ നിലപാടുകൾ എന്നും എടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അല്ല അതിൽ പാർട്ടി ഓരോ തീരുമാനങ്ങളിലേക്ക് എത്തുന്നതും പാർട്ടിയിലെ ചില സഖാക്കൾ ഉന്നയിക്കുന്ന അഭിപ്രായം ചർച്ച ചെയ്തിട്ടാണ്. നമുക്ക് ആ പോയിന്റിലേക്ക് വന്നാൽ, ഇപ്പോ
താങ്കൾ കൊല്ലത്ത് പരാജയപ്പെട്ടത് 37,000 പ്ലസ് വോട്ടുകൾ. അതിലൊരു 20,000 വോട്ട് തിരിഞ്ഞു വീണിരുന്നെങ്കിൽ താങ്കൾ ജയിക്കുന്നത്. RSPയുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ RSP മുന്നണിയിൽ നിന്ന് പോയത് തിരിച്ചടിയും ഒറ്റ വാക്കിൽ. അത് മാത്രമാണ് അവിടുത്തെ പരാജയത്തിന്റെ കാരണം എന്ന് ഞാൻ പറയില്ല. പാർട്ടി അത് പരാജയ കാരണങ്ങൾ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയും KN ബാലഗോപാലിന്റെയും നേതൃത്വത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് മുമ്പ് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടത് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം കൂടി താങ്കളെ ഞാൻ ആദ്യം കുറച്ച് രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യപ്പെട്ടു. ഈ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ ഇപ്പോൾ ജയദേവൻ, തൃശ്ശൂരിലെ ജയദേവൻ, വയനാട് സത്യൻ മൊകേരി, 2 പാർട്ടി കാൻഡിഡേറ്റ്സിനെ നിരത്തി. ഒരാൾ നന്നായിട്ട് സുന്ദരമായിട്ട് ജയിച്ചു, ഒരാൾ നല്ല ഫൈറ്റ് കാഴ്ചവെച്ചു. അതേസമയം തിരുവനന്തപുരത്ത് CPIയുടെ കാൻഡിഡേറ്റിന്റെ സെലക്ഷന്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ള തലത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ഒരു വലിയ നാണക്കേടായിരിക്കും. ഇപ്പോ താങ്കൾ ഞാൻ 1-2 ചർച്ചകൾ കണ്ടു, താങ്കൾ ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെ വല്ലാതെ ന്യായീകരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. എന്നാലും നമ്മൾ പൊതുവിലെ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഒരു ബിനോയ് വിശ്വമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓർഡിനറി പ്രൊഫൈൽ ആളുള്ള ഒരാളാണെങ്കിൽ പോലും ശശി തരൂരിനോട് ബുദ്ധിമുട്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മുഖ്യമായും തീരുമാനിച്ചത് CPIയുടെ നേതൃത്വമാണ്. CPIക്ക് വിട്ടുകൊടുത്തിട്ടുള്ള സീറ്റാണ് തിരുവനന്തപുരം പാർലമെന്റ് സീറ്റ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടക പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ CPIM-നെ പോലുള്ള ഒരു പാർട്ടിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയുകയില്ല. അങ്ങനൊരു ഒഴിഞ്ഞുമാറിയത് CPIയുടെ തീരുമാനമാണ് എന്ന തരത്തിൽ കൈകഴിയാൻ ഞാനൊരുമ്പെടുന്നില്ല എന്നതർത്ഥമില്ല. പക്ഷേ തീരുമാനം അടിസ്ഥാനപരമായി ഒരു സീറ്റ് ഒരു പാർട്ടിക്ക് മുന്നണിയിൽ നിന്ന് വിട്ടുകൊടുത്താൽ അവരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിനിടയ്ക്ക് സ്ഥാനാർത്ഥി അന്തിമമായി തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു ആശയവിനിമയം പരസ്പരം നടക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡോക്ടർ ബെനറ്റ് എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനർഹമായ അപവാദ പ്രചരണം അദ്ദേഹത്തിന്റെ മേലുണ്ടായി എന്നുള്ളതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്താൻ PSC മെമ്പറായിരുന്ന ഘട്ടത്തിലൊക്കെ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്, വളരെ പ്രസിദ്ധനായ ഒരു പിഷകുലനാണ്. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു സ്വാശ്രയ മെഡിക്കൽ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിന് ചില കാലഘട്ടത്തിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു സ്വാശ്രയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എത്ര സത്യസന്ധനും സൽബുദ്ധിയുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാവും എന്നുള്ളതും കേരളീയ സമൂഹത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. അപ്പം എന്തായാലും ബെനറ്റ് എബ്രഹാമിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള ഒരു ആരോപണമല്ല. അതായത് ഒരു 4 ലക്ഷം വരുന്ന നാടാർ വോട്ട് നേടാൻ ലക്ഷ്യമിട്ടുകൊണ്ട് 2 ലക്ഷം പിടിച്ചു. അപ്പൊ അത് ഇടതുമുന്നണിയെ പോലുള്ള ഒരു തരത്തിലുള്ള വ്യക്തമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ഇങ്ങനെ ഒരു നിലപാടെടുത്ത് തന്നെയാണല്ലോ ചോദ്യം ചെയ്യുന്നത് ആളുകൾ. അവിടെ വരുന്ന ഒരു വിഷയം ഈ ജാതി മത സാമുദായിക ചിന്ത നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിരിക്കുന്നിടത്തോളം കാലം ഏതൊരു ആളെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും ഈ പ്രശ്നം വരും. കാര്യം അവർക്കെല്ലാം ഒരു സാമുദായിക പരിവേഷം കൂടിയുണ്ട്, അവർ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഇപ്പം ഞാൻ ജാതിമത വിശ്വാസം സംബന്ധിച്ച് വളരെ പരസ്യമായ നിലപാട് യാതൊരു കൂസലുമില്ലാതെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരാനിടയുണ്ട്. പക്ഷെ എന്നാൽ പോലും എന്നെ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഉടനെ അതിനെക്കുറിച്ചൊരു വിശദീകരണം വരും. മറ്റു പല പരിഗണനകളും വെച്ചാണ് എതിർ മുന്നണിയുടെ സ്ഥാനാർത്ഥി വന്നത്, അപ്പോൾ ഇദ്ദേഹത്തിന് മറ്റു ചില ആനുകൂല്യങ്ങൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുള്ളത്. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വരും. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ എടുക്കുന്ന സമീപനം UDF-ൽ നിന്നോ മറ്റ് പാർട്ടികളിൽ നിന്നോ വ്യത്യസ്തമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഒരു പച്ച പരമാർത്ഥമാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ VS-ന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ആ ഗവൺമെന്റിൽ ഏതെല്ലാം ജാതിമത സമുദായങ്ങൾക്ക് എത്ര വീതം പ്രാതിനിധ്യമുണ്ടെന്ന്. പക്ഷേ അങ്ങനത്തെ ചർച്ചയെ നടന്നിട്ടില്ല ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. ഞാനത് സമ്മതിക്കുന്നു. ഉദാഹരണമായിട്ട് CPIയുടെ തന്നെ മന്ത്രിമാരെല്ലാം തന്നെ ഒരു ജാതിപരമായിട്ടുള്ള ഡിവിഷൻ ഇല്ലാതെ സെലക്ട് ചെയ്ത് അതൊരു ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളാണ്, ഞാനത് നിഷേധിക്കുന്നത്. താങ്കൾ ഈ പറയുന്ന കേസ് തന്നെ ഇപ്പോ ഷിബു ബേബി ജോണിന്റെ ഒരു ആരോപണം ഞാൻ
ആരോപണമാണോ അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണോ എന്നറിയില്ല. അവസാന നിമിഷങ്ങളിൽ താങ്കളുടെ ജാതി ഉന്നയിച്ചുകൊണ്ട് തീരദേശത്തെമ്പാടും വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന് അത് പരസ്യമായി അങ്ങനെ ഒരു താങ്കൾ അതിന് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് പിന്നെ ഷിബുവിനെ പോലെ എൻ്റെ ഒരു ഉത്തമനായ സുഹൃത്ത്, രണ്ട് രാഷ്ട്രീയ ജരിയിലാണെങ്കിൽ പോലും എൻ്റെ സുഹൃത്തായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒരു ദയനീയാവസ്ഥ കൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. കാരണം സാധാരണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെല്ലാം പങ്കെടുക്കുന്നവർ പറയാൻ മുതിരാത്ത തരത്തിൽ എത്രയോ വിഷയങ്ങൾ ഞാൻ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഉറച്ച നിലപാട് ആ ഘട്ടത്തിൽ ഞാൻ എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പല സംവാദങ്ങളിലും പരസ്യ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മതവിശ്വാസമുള്ളവരോടോ മത പുരോഹിതന്മാരോടോ മതമേലധ്യക്ഷന്മാരോടോ എനിക്കെന്തെങ്കിലും അനാദരവുണ്ടെന്നല്ല. അവരുമായിട്ടെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി തന്നെ ഇടപെടാനാണ്. അവരുടെ ചില നിലപാടുകളെ വിമർശിച്ച് പോകുന്ന ഘട്ടത്തിൽ പോലും അവരോടുള്ള ബഹുമാനം ഞാൻ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിയുറച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. എപ്പോഴാണ് അങ്ങനെ മത്സരിച്ചത്? അങ്ങനെ മത്സരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ്. കാരണം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഒരു സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നുള്ളത് മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, സമൂഹത്തിൽ മുഴുവൻ വ്യാപകമായി ചർച്ച ചെയ്യുന്നു. ആ ഘട്ടത്തിൽ പോലും അതിന് സമാന്തരമായോ അതിനെതിരായോ മറ്റെന്തെങ്കിലും ജാതിമത സമുദായ സമവാക്യങ്ങൾ ഉയർത്തിവിടാനോ അതിൻ്റേതായ അഭയത്തിൽ പോയി സംരക്ഷണം നേടാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ അഭിമാനകരമായൊരു തോൽവിയായിട്ടാണ് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് ഞങ്ങൾ മുതിരുകയുണ്ടായി. ഒരു സംശയം, അതൊരു വ്യക്തിപരമായ ചോദ്യം കൂടിയാണ്. ഇപ്പോൾ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ പ്രേമചന്ദ്രൻ ഇഷ്യൂ ഇല്ല, RSP വിട്ടുപോകുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ താങ്കൾക്ക് നല്ല വിജയ സാധ്യത കൽപ്പിക്കുന്നുണ്ടായിരുന്നു. പ്രേമചന്ദ്രൻ RSPയുടെ പുറത്തേക്ക് പോകും, അതിനുശേഷം ഒരു വിചിന്തനം അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ മുന്നണിയിലോ അതോ? അല്ല, RSP വിട്ടുപോയത് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാവുന്നതാണ്. അത് UDF-ഉമായിട്ട് മുൻകൂട്ടി തന്നെ ഉണ്ടാക്കിയിരുന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. കാര്യം 1-2 ദിവസം കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം MB വീരേന്ദ്രകുമാറിനെ പോലെ വളരെ പ്രധാനപ്പെട്ട തഴക്കവും പഴക്കവും ചെന്നൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊന്നും ഞങ്ങൾ വിട്ടുതരുന്ന പ്രശ്നമില്ല. ഇത് പറഞ്ഞിരുന്നതാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. അങ്ങനെ പറഞ്ഞ സ്ഥാനത്താണ് സിറ്റിംഗ് സീറ്റാണ്, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ വിട്ടുകൊടുക്കുക. അപ്പം അതൊക്കെ ഈ കൊല്ലം സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഇത്തരം ഒരു അത് ആ സീറ്റിന് വേണ്ടി മാത്രമല്ല, പ്രേമചന്ദ്രനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത തടയുന്നതിന് മാത്രമല്ല 2 MLA സ്ഥാനം UDF-ന് കിട്ടുക എന്നുള്ളൊരു കണക്കൂട്ടൽ കൂടി ഉണ്ടായിരുന്നു. അപ്പം അതുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് പോയാൽ ജയിക്കാനും തോക്കാനുമുള്ള സാധ്യത രണ്ടുമുണ്ട് ഏത് മണ്ഡലത്തിലും. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഏത് സ്ഥാനാർത്ഥിയും വിജയിക്കും എന്നുറപ്പിച്ചിരുന്ന സീറ്റാണല്ലോ TK ഹംസ 2004 തെരഞ്ഞെടുപ്പിൽ ചുറ്റികരുവാൾ നക്ഷത്ര ചിഹ്നത്തിൽ ജയിച്ചത്. അപ്പോൾ ഏത് സീറ്റും ആർക്കും ജയിക്കുകയും ചെയ്യാം തോൽക്കുകയും ചെയ്യാം എന്നുള്ളൊരു പൊതുസ്ഥിതി കേരളത്തിലുണ്ട്. കാര്യം ഇവിടുത്തെ വ്യത്യാസം വളരെ വലുതല്ല. ചില സീറ്റുകൾ മാത്രമാണ് രാഷ്ട്രീയമായ അതിനപ്പുറം LDF-നോ UDF-നോ ഒപ്പമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു. അതുകൊണ്ട് വിജയസാധ്യതയ്ക്ക് RSP വിട്ടുപോകുന്നതും മറ്റും ചെറിയ ചോദ്യം ഉയർത്തുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഞാനിനി മത്സരിക്കേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിക്കും. ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടിയിരുന്നു. പ്രേമചന്ദ്രൻ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നു RSPക്ക്. അത് അങ്ങനെ ഒരു കാർക്കശ്യം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. അവിടെ ആരെങ്കിലും കൊടുക്കാമായിരുന്നു. അവിടെ അതിനെ ബന്ധപ്പെടുത്തി പറയാനുള്ളത്, അതെല്ലാം പല ആവർത്തിയുള്ള ചർച്ചകളിലൂടെയാണ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനൊന്നും RSP അവസരം തന്നില്ലല്ലോ. 7-ാം തീയതി രാവിലെ തൊട്ട് മോഡിലുള്ള ചർച്ചയിൽ ഇപ്പം ജനതാദളിന് സീറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, ചർച്ചയിലേ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, അങ്ങനെ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. രാജ്യസഭാ സീറ്റ് CPM-ന് അസംബ്ലിയിലുള്ള വോട്ട് കൊണ്ട് CPM-ന് ഒരാളെ ജയിപ്പിക്കാമെന്നിരിക്കെ ആ വോട്ട് കൊടുത്ത് CP-യുടെ ആളിനെ ജയിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ സീറ്റിന് വേണ്ടിയിട്ട് ചന്ദ്രൻപിള്ള രാജിവെച്ച് വന്നു. പക്ഷേ CP-യുടെ അവകാശവാദം ഉന്നയിച്ചു, ചർച്ച നടത്തി. രാജിവെച്ച് വന്ന ചന്ദ്രൻപിള്ള അവിടെ നിന്നു. CP-യുടെ ആള് CPM-ന്റെ അംഗങ്ങളുടെ വോട്ട് വിഭജിച്ചു കൊടുത്തിട്ട് ജയിച്ചു പോയ അനുഭവം. അപ്പൊ ഇതുപോലെ അനുഭവങ്ങളുണ്ട്. അല്ല ഓരോ സന്ദർഭത്തിൽ ഓരോ വാദം മുഖം CPM-നെതിരായിട്ട് ഉന്നയിക്കുന്നുള്ളൊരു തെളിവാണ്. മാത്യു ടി തോമസ് CPI അല്ല, ജനതാദളാണ്. ജനതാദളിലെ മാത്യു ടി തോമസിന് സീറ്റ് കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് RSPയുടെ കാരണമാണെന്ന് പറഞ്ഞപ്പോഴാണ്
പിന്നെ CPIക്ക് സീറ്റ് കൊടുത്ത കാര്യം പറഞ്ഞത്. അപ്പോൾ ജനതാദളിന് സീറ്റ് കിട്ടാം, RSPക്ക് സീറ്റ്, പിന്നെ CPIക്ക് സീറ്റ് കിട്ടാം. RSPയിൽ നിന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സീറ്റ് ഉണ്ടാകുമായിരുന്നു ഞാൻ ഉറപ്പിച്ചു പറയില്ല. പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ CPMന് അസംബ്ലിയിലുള്ള സീറ്റ് കൊണ്ട് മാത്രം ഒരു രാജ്യസഭാംഗം ജയിക്കാൻ കഴിയുമായിരുന്ന സന്ദർഭത്തിൽ CPMന്റെ ഒരാളും പോയില്ല ഒരു ഘട്ടത്തിൽ. ആ കണക്കൂട്ടലിലാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരൻ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. പക്ഷെ CPI അതിന്റെ അവകാശവാദം ഉന്നയിച്ചപ്പോൾ അപ്പൊ CPM എപ്പോഴും ഇത്തരം അവകാശവാദങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ് ചരിത്രം. പക്ഷെ കമ്മ്യൂണിസത്തിന്റെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം നമ്മൾ മൊത്തത്തിൽ കാണുന്നത് ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഇതാണ്, പോക്കാണ്. തിരിച്ചു വരുന്നില്ല. ഇപ്പോൾ റഷ്യയിൽ തന്നെ ഗെനഡി സ്യുഗാനോവ് ആദ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ 30% അധികം വോട്ട് നേടി. പിന്നെ കുറഞ്ഞ് 24ആയി, 18ആയി, ഇപ്പൊ 10%. ഇപ്പൊ ഒരു ത്രട്ടേ അല്ലാതായിരുന്നു. ബംഗാളിലെ തന്നെ ഇപ്പോ ബംഗാളിലെ അവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ അറിയാമല്ലോ. ഇവിടെ പലരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്ന് കോഴിക്കോട്ടും കോട്ടയത്തും ഒക്കെ പൊറോട്ട അടിച്ച് ജീവിക്കുന്നു എന്നൊക്കെയാണ്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡറിനെതിരെ തന്നെ, ഭാരവാഹികൾക്കെതിരെ തന്നെ വലിയ തോതിലുള്ള അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യങ്ങൾ പലയിടത്തും. ഇത് ഇനിയൊരു തിരിച്ചുവരവ് കമ്മ്യൂണിസം എവിടെയൊക്കെ വീണിട്ടുണ്ടോ അവിടെയെല്ലാം വേഷം മാറിയൊക്കെ എന്തെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടികളായിട്ട് വന്നിട്ടുണ്ടാവും. അല്ലാതെ പാർട്ടിക്ക് തിരിച്ചുവരവിന് സാധിച്ചിട്ടില്ല പൊതുവിൽ. അതില് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും മറ്റും ഇന്ത്യയിൽ വളരെ കനത്തൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സോവിയറ്റ് യൂണിയനിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടി ഉണ്ടായതിനു ശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രബലമായ ഒരു ശക്തിയായിരുന്നു. ഷുഗാനോവിൻ്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ ഓർത്തുപോവുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ അടുത്ത പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റഷ്യയിൽ തിരിച്ചു വന്ന ഒരു ആഹ്ലാദ പശ്ചാത്തലം ഉണ്ടാവും എന്ന് വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞങ്ങളോട് പറഞ്ഞാൽ ചണ്ഡീഗഡ് വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ഷുഗാനോവ് എന്ന് പറഞ്ഞത്. എന്നാൽ അതങ്ങനെ സംഭവിച്ചില്ല. റഷ്യയിലെ തിരിച്ചടി ഉദ്ദേശിച്ചത്ര വേഗതയിൽ ഒരു തിരിച്ചുവരവിനെ വഴിയൊഴുക്കിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ചരിത്രത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇതുപോലെ വലിയ ആഘാതം ഏറ്റതുപോലുള്ള അന്തരീക്ഷങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്ന കാലഘട്ടത്തിൽ ആ മാനിഫെസ്റ്റോയുടെ സ്വരം യൂറോപ്പിനെ ആകെ തൊഴിലാളി വർഗ വിപ്ലവങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള വിപ്ലവങ്ങൾ സ്വാധീനിക്കുന്നു എന്ന നിലയിലാണ്. ആ മാനിഫെസ്റ്റോയുടെ മൊത്തം ടോണും ടെന്നറും നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും. ജർമ്മനിയിൽ വിപ്ലവ ശ്രമം നടന്നു, ഫ്രാൻസിൽ നടന്നു, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നു. എന്നാൽ അവിടെ എല്ലാം തിരിച്ചടി നേരിട്ടു. എന്ന് മാത്രമല്ല മാർക്സിനും എംഗൽസിനും ഒക്കെ നാടുവിട്ടു പോകേണ്ടി വന്നു. അങ്ങനെയാണ് അവർ അഭയാർത്ഥികളായിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയത്. പിന്നെ ബെൽജിയത്തിൽ പോയി, ഒടുവിൽ ലണ്ടനിൽ വന്ന് പിന്നെ അവർ ദീർഘകാലം പിന്നെ മരണം വരെ ലണ്ടനിലാണ് അവർ താമസിച്ചത്. എന്നാൽ 1848 തിരിച്ചടിയേറ്റെങ്കിൽ 1864 സാർവദേശീയ തൊഴിലാളി സംഘടന രൂപവത്കരിക്കപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ അതിന്റെ 150-ാം വാർഷിക വർഷമാണ് 2014 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, എന്റെ വാദം ഞാൻ വികസിപ്പിച്ചു വരികയാണ്. അതിനുശേഷം 1871 പാരീസ് കമ്മ്യൂൺ നടക്കുന്നു. പാരീസ് കമ്മ്യൂണിൽ ഒരു റിസറക്ഷനിലേക്ക്, ഒരു അപ്രൈസിംഗിലേക്ക്, ഒരു അപ്രൈസിംഗിലേക്ക് തൊഴിലാളികൾ പോകാൻ പാടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് മാർക്സിന് സംശയമുണ്ടായിരുന്നു, മാർക്സിന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവർ വിപ്ലവ പരിശ്രമത്തിലേക്ക് പോയി മാർക്സ് അതിനെ പിന്താങ്ങി. 2 മാസത്തോളം നിലനിന്ന പാരീസ് കമ്മ്യൂൺ അത് അടിച്ചമർത്തപ്പെട്ടു. അപ്പം വിപ്ലവ പരിശ്രമങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല, ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് തോന്നി. പാരീസ് കമ്മ്യൂണിന്റെ കൂടെ അനുഭവം കൊണ്ടാണ് പിന്നെ റഷ്യൻ വിപ്ലവം വന്നത്. എന്റെ വാദത്തിന് ചുരുക്കം ഈ തിരിച്ചടി ഉണ്ടാവും. ഇപ്പം ജ്യോതിബാസു അടക്കം പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം 1972 ബംഗാളിലുണ്ടായിട്ടുണ്ട്. 8 പേരാണ് CPMന്റെ ജയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ പിന്മാറുകയാണെന്ന് പ്രമോദ് ദാസ് ഗുപ്ത പ്രഖ്യാപിച്ചു. അതിനുശേഷമല്ലേ 77 തിരിച്ചു വന്നത്. വെടിമരുന്ന് നനയാതെ സൂക്ഷിക്കുക. ബംഗാളിലായാലും ലോകമെമ്പാടായാലും സംഭവിക്കുന്നത്
സാറ് വലിയൊരു ശുഭാപ്തി വിശ്വാസിയാണ്, പാർട്ടിയുടെ ആളാണ്. എന്നാലും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ലൂസിംഗ് ബാറ്റിലായിട്ട് തന്നെയാണ്. ഞാൻ പാർട്ടി തീരുമാനപ്രകാരം ഇത് തിരിച്ചു വരുമെന്ന് വാദിക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണെന്നുള്ള തരത്തിലല്ല തിരിച്ചു വരുമെന്ന് ഞാൻ വാദിക്കും. ഞാൻ എൻ്റെ ചരിത്രബോധത്തിൽ നിന്നുകൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പല തലങ്ങളിലാണ് ഇതിനെ കാണുന്നത്. ഇപ്പൊ ചെഗുവേര ക്യൂബയിലെ ഒരു വിപ്ലവം വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ വിപ്ലവത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് ഫിഡലിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോഴാണ് അദ്ദേഹം കോങ്കോയിൽ പോയി ആഫ്രിക്കയിലെ ചെറുത്തുനിൽപ്പിന് പിന്തുണ നൽകി. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ മണ്ടേല വിമോചിതമാവുമോ? ഇപ്പം മണ്ടേലയുടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഭരണമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഭരണ നേതൃത്വമായിട്ടിരിക്കുന്നത്. ചെഗുവേര കൊല ചെയ്യപ്പെട്ട് ലാറ്റിൻ അമേരിക്ക, ആ ലാറ്റിൻ അമേരിക്ക മുഴുവൻ ചുവന്നിരിക്കുന്നു. അപ്പോൾ ആ ചുവന്ന ലാറ്റിൻ അമേരിക്കയിൽ പലരുമുണ്ട്. അത്തരം വിപ്ലവങ്ങളിൽ ഒരു മഴവിൽ സാന്നിധ്യമുണ്ട് എന്ന വാദഗതി അംഗീകരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരു 50 പൈസയുടെ മെമ്പർഷിപ്പ് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡയറികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തന്നെ പ്രസ്ഥാനം വളരെ മോശമായി തന്നോട് പെരുമാറിയെന്നും തനിക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ചെഗുവേര എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡലായിട്ട് മാറുന്നത്? ചെഗുവേര ലോകത്തെ ഏറ്റവും ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് ചെഗുവേര. ഇപ്പം ഫിഡൽ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ആദ്യം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല ഫിഡൽ കാസ്ട്രോ. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ആദരവാണ് ചെഗുവേരയ്ക്കും ഫിഡൽ കാസ്ട്രോയ്ക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യത്യസ്ത നിലപാടുണ്ടായിരുന്നു. വിപ്ലവാനന്തരമാണ് ചെഗുവേര യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വളരെ ഒഥന്റിക് ആയിട്ടുള്ള ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വായിക്കാൻ വേണ്ടി തരാം. അതിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം, എന്തുകൊണ്ട് ഫിഡൽ കാസ്ട്രോ ചെഗുവേരയ്ക്ക് അർഹമായ സൈനികമായ ഉന്നത പദവി തക്ക സമയത്ത് കൊടുത്തില്ല, അത് താമസിപ്പിച്ചു എന്നൊരു വിഷയം അത് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ നേതൃത്വമുള്ള ഒരു വിമോചന സമരമാണ് ജൂലൈ 26 മൂവ്മെന്റ് എന്നാണ് ക്യൂബൻ വിപ്ലവ പ്രസ്ഥാനം അറിയപ്പെട്ടത്. ജൂലൈ 26 പ്രസ്ഥാനം എന്നാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് സാമ്രാജ്യത്വം പറഞ്ഞാൽ സകല ശക്തിയും സമാഹരിച്ച് അതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും പരിപാടിയും ഒരു പരിധിവരെ സാമ്രാജ്യത്വത്തിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള ഫിഡൽ കാസ്ട്രോയുടെ ഉന്നതമായ വിപ്ലവ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പാശ്ചാത്യ ശക്തികൾക്ക് സിഐഎക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാവുന്ന ചെഗുവേരയെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് ഉയർത്തുന്നത് ഫിഡൽ കാസ്ട്രോ ബുദ്ധിപൂർവ്വം ഒഴിവാക്കിയിരുന്നത് എന്നൊരു വാദഗതി ഇതിനകത്ത്. അത് ആത്മവിമർശനപരമാണ്. പക്ഷേ ചെയെക്കുറിച്ച് ഒരു ബിംബവൽക്കരണം, താങ്കളൊക്കെ ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് എതിരെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ബിംബവൽക്കരണം. അദ്ദേഹത്തെ അപ്പോ കണ്ണൂർ തന്നെ ഡിവൈഎഫ്ഐക്കാര് ചെയുടെ പടം ഒരു ചെരുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചെരുപ്പുകടയൊക്കെ തല്ലി പൊട്ടിച്ച ഒരു സംഭവം. പലർക്കും കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു പല ഈവൻ കോട്സുകൾ പോലും അദ്ദേഹം സ്വപ്നം, ഇപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കരുത്, ഞാൻ നിങ്ങളുടെ ഫോളോവർ അല്ല, എൻ്റെ മുന്നാലെ നടക്കരുത്, പിന്നാലെ നടക്കരുത്, ഞാൻ നിങ്ങളുടെ ഫോളോവർ അല്ല, പിന്നാലെ നടക്കരുത്, ഞാൻ നിങ്ങളുടെ ലീഡർ അല്ല, എന്നൊപ്പം നടക്കൂ. ഇതൊക്കെ ചെഗുവേര പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് ശരിക്കും. ഇതൊക്കെ ചെഗുവേര ഇത്തരം വാക്കുകളുമായിട്ടൊക്കെ എന്ത് ബന്ധം? ചരിത്രപരമായിട്ടും എവിടെയെങ്കിലും ചെഗുവേര ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പാർട്ടി മൊത്തത്തില് SFIയിലും DYFIയിലൊക്കെ ഒരു വല്ലാത്തൊരു ആവേശമാണ് ഒരു വ്യക്തിയിലേക്ക്. അതേസമയം ചെഗുവേരയെ കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കൊലപാതകം, അദ്ദേഹം നേരിട്ട് തന്നെ ഒരുപാട് എക്സിക്യൂഷൻസ് നടത്തി. പാർട്ടി നക്സലുകളെയൊക്കെ തള്ളിപ്പറയുന്ന പാർട്ടിയാണ്, സഡൻ ആക്ഷൻസിനെ തള്ളിപ്പറയുന്ന പാർട്ടിയാണ്. പക്ഷെ ചെഗുവേരയെ മുന്നിൽ നിർത്തി. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോ ചെഗുവേരയുടെ രചനകളിലൂടെ കടന്നു പോയാൽ അദ്ദേഹം വളരെ വിസ്തൃതമായി വായിച്ചിട്ടുള്ള ആളാണ്. ആ വിസ്തൃതമായി പണ്ഡിറ്റ് നെഹ്റുവിന്റെ രചനകൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതിനുശേഷം നെഹ്റുവിനെ അദ്ദേഹം നേരിട്ട് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ നെഹ്റുവിൻ്റെ രചനകളിലൂടെ എനിക്ക് ഉണ്ടായ ആദരവ് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അതേപടി നിലനിൽക്കുന്നില്ല എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച് ലഭ്യമാണ്. അപ്പം
ചെഗുവേര എന്ന് പറഞ്ഞാൽ എൻ്റെ ദൃഷ്ടിയിൽ ലോക വിപ്ലവത്തിൽ വളരെ മഹോന്നതമായ ഒരു മാതൃകയാണ്. സ്വന്തം ജീവിതം ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് മുറിഞ്ഞുപോയി. ക്യൂബയിലെ ഭരണ നേതൃത്വത്തിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ആളാണ്. ബുദ്ധനെ പോലെ ആ ഉത്തരവാദിത്വം ഉപേക്ഷിച്ചുകൊണ്ട് ദരിദ്രരായ ജനങ്ങൾ എൻ്റെ ഭൂഖണ്ഡത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ കിടക്കുന്നു. അവരെ മോചിപ്പിക്കാതെ ഇതൊരു ഒരു ഒരു വിമോചിതമായൊരു പ്രദേശം മാത്രമാണ് ക്യൂബ. ബാക്കിയുള്ള അങ്ങനെ അങ്ങനെ മരണത്തിലേക്കോ വിമോചനത്തിലേക്കോ ഒന്നുകിൽ ഞാൻ ലാറ്റിൻ അമേരിക്കയെ മോചിപ്പിക്കും, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ ഞാൻ മരിച്ചുവെന്ന് വരും. രണ്ടിലൊന്നാണ് ഒരു വിപ്ലവകാരുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിപ്ലവകാരികൾക്ക് വളരെ ആവേശകരമായ മാതൃക സൃഷ്ടിച്ച ഒരാളാണ്. പതിനായിരങ്ങളെ ചെഗുവേര കൊന്നു എന്നെല്ലാം പറയുന്ന ഈ അയഥാർത്ഥമായ കള്ളപ്രചാരം ഒരിക്കലുമല്ല. അവിടെ എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ചെഗുവേര ഇങ്ങനെ ഒരുപാട് പേരെ കൊന്നുവെന്നും ലോകത്ത് അക്രമത്തോടും വ്യക്തിപരമായ ഏതെങ്കിലും ഒരാളിൻ്റെ ഉന്മൂലനാശത്തോടും ഏറ്റവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഐഡിയോളജി കമ്മ്യൂണിസത്തിൻ്റെതാണ്. ഒരാളെ കൊല്ലാൻ പാടില്ല, ഒരാളെ ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം എപ്പോഴാണ് എടുക്കുന്നത്? ഒരു സിവിൽ വാർ ഉണ്ടാവും. വളരെ പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് കൂടി പറയാം, ട്രോട്സ്കിയുടെ വലിയ പിന്നെ അനുയായിയായിട്ടെല്ലാം നടന്നിട്ടുള്ള നമ്മുടെ നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള താരിഖ് അലിയുമായി ഞങ്ങൾ പിന്നെ കഴിഞ്ഞൊരു യാത്രയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. ഒരു രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഭ്യന്തര യുദ്ധം, സിവിൽ വാർ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ വിമോചന യുദ്ധം, ആ വിമോചന യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ചൂഷക വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി മോചനത്തിന് വേണ്ടി പൊരുതുന്നവരെ കൊല്ലാൻ വരുന്ന ഒരാൾ ആ സംഘടനത്തിൽ ചിലപ്പോൾ കൊലയപ്പെടാം എന്നുള്ളതല്ലാതെ വ്യക്തിപരമായ ഒരു ഹത്യ നടത്താൻ പാടില്ല. മറിച്ച് ഒരു മിനിറ്റ്, അഹിംസാ സിദ്ധാന്തത്തിന്റെ വക്താവ് എന്ന് പറയുന്ന മഹാത്മജി ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്ന ഘട്ടത്തിൽ നിലപാടുണ്ട്. അഹിംസയുടെ വളരെ സവിശേഷമായൊരു പ്രയോഗത്തിന് ഒരുമ്പെട്ട, അഹിംസയുടെ വിപ്ലവകരമായൊരു പ്രയോഗത്തിന് ഒരുമ്പെട്ട എന്ന് ഞാൻ പറയും ചന്ദ്രസിംഗ് ഗഡ്വാളി. കാരണം അദ്ദേഹം ബ്രിട്ടീഷ് ആർമിയിലെ ഒരു ദളത്തിന്റെ തലവനായിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനികളെ വെടിവെക്കാൻ ബ്രിട്ടീഷുകാരനായ ക്യാപ്റ്റൻ ഉത്തരവ് കൊടുത്തപ്പോൾ ചന്ദ്രസിംഗ് ഗഡ്വാളി ആ ഉത്തരവ് നടപ്പാക്കാൻ വിസമ്മതിച്ചു. പക്ഷെ അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്ത് പിന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു നടപടിക്രമം നീങ്ങുമ്പോൾ മഹാത്മാഗാന്ധി ഇടപെടാൻ വിസമ്മതിച്ചു. മഹാത്മാഗാന്ധി പറഞ്ഞത്, സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ പറയുന്ന അനുസരിക്കണമായിരുന്നു. അച്ചടക്ക ലംഘനമാണ് ചന്ദ്രസിംഗ് ഗഡ്വാളി കാണിച്ചത്. അതുകൊണ്ട് ചന്ദ്രസിംഗ് ഗഡ്വാളിക്ക് ബ്രിട്ടീഷ് കോർട്ട് മാർഷൽ എന്ത് ശിക്ഷ കൊടുക്കുന്നോ അതിൽ ഞാൻ ഇടപെടില്ല. അപ്പം അത് മഹാത്മാഗാന്ധിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യസമരത്തിൽ യഥാർത്ഥത്തിൽ പങ്കെടുത്ത ചന്ദ്രസിംഗ് ഗഡ്വാളിയുടെ വധശിക്ഷ അതിനെ അനുകൂലിക്കുന്നതിന് നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം. ഞാനങ്ങനെ പറയുന്നത്. അപ്പം ഇതെല്ലാം ചരിത്രത്തിലെ വളരെ വളരെ സങ്കീർണങ്ങളായ ദാർശനിക പ്രശ്നങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ചെഗുവേരെ ആവേശം പകരുന്നു TP OK വാസു കുലമുത്തിയാണ്. അല്ല, ഇവിടെ വരുന്ന വളരെ ഈ ചോദ്യം വളരെ ഈ ചോദ്യം ഉന്നയിക്കുകയും ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാൻ സന്ദർഭമൊരുക്കുകയും ചെയ്തതിൽ ഞാൻ സംതൃപ്തനാണ്. ഇതിൽ ഈ ചോദ്യത്തിന് തന്നെ വേറൊരു പരിഭാഷയാകാം. ഇപ്പോൾ AICCയുടെ പിന്നെ ഫിലിപ്പോസ് തോമസ് AICC വിട്ടിട്ട് നിങ്ങളുടെ കൂടെ വന്നപ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കൂടെ ഇരുന്ന പ്രേമേന്ദ്രൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ നിങ്ങൾ അതിനെ ഭർസിക്കുന്നു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ എന്ന് ചോദിക്കാം. ഇവിടെ ഒരു വർഗ നിലപാടുണ്ട്. ഞാൻ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് നിലപാടുണ്ട്. ഞാൻ നിൽക്കുന്ന രാഷ്ട്രീയം ശരിയാണെന്ന് ഹൃദയത്തിൽ തട്ടി രക്തത്തിൽ അലിഞ്ഞേർന്ന വിശ്വാസത്തോടു കൂടി ഞാൻ പറയുന്നു. മറ്റൊരു നിലപാടിൽ നിന്ന ഒരാൾ, BJPക്കാരനായ ഒരാൾ, കോൺഗ്രസ്സുകാരനായ ഒരാൾ, നക്സലൈറ്റ് ആയിരുന്ന ഒരാൾ ആ നിലപാട് ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ അത് രാഷ്ട്രീയമായ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള നിലപാടാണ്. അവരുമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് കമ്മ്യൂണിസത്തിന്റെ അബറേഷൻസ് ആണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനങ്ങളാണ്. ഒരിക്കലുമല്ല. അപ്പം ഞാൻ സാറിനെ കണ്ടിട്ടുള്ള നാസ്തികനായ ദൈവത്തിൽ ഞാനൊരു നിരീക്ഷണം നടത്തിയിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ മതവിശ്വാസം പുരുഷന്റെ സ്ഥാനാർബുദമാണ് എന്നുള്ള ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇവിടെ
കേരളത്തിലെ ഏരിയ കമ്മിറ്റി വരെ ഉള്ളവർക്ക് മതവിശ്വാസമൊക്കെ ആകാം, അത് കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഇതൊക്കെ നിഷേധിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു അലിഖിത നിയമം നിലവിലുണ്ട്. അല്ലേ ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടും കമ്മ്യൂണിസ്റ്റുകാരൻ പിന്തുടരേണ്ടത് ഒരു ഡയലക്റ്റിക്കൽ അപ്രോച്ചാണ്, വൈരുദ്ധ്യാത്മകമായൊരു സമീപനമാണ്. അത് പരിഹസിക്കാനും വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ സമീപനത്തെക്കുറിച്ച്. എന്നാൽ ഞാനൊരു ഈ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ഉദാഹരണത്തിൻ്റെ ഒരു ജീവിതമാണ് എൻ്റേത്. കാരണം ഞാൻ ഏറ്റവും കടുത്ത ദൈവവിശ്വാസിയായിരുന്നു, അമ്മയോടൊപ്പം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം ഞാൻ ഏറ്റവും കടുത്ത നിരീശ്വരവാദിയും യുക്തിവാദിയും വളരെ അന്ധമായി അമ്മയുമായി നിരീശ്വരവാദ ചർച്ചയിലും വാഗ്വാദത്തിലും ഏർപ്പെടുന്ന ഒരു യുവാവുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിനുശേഷം മാർക്സുമായി അടുത്തതിന് ശേഷമാണ് ഇക്കാര്യത്തിൽ പിന്തുടരേണ്ട ശാസ്ത്രീയമായ ഒരു ബോധത്തിലേക്ക് ഞാൻ എത്തിയത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇക്കാര്യത്തിൽ തെറ്റായ പല നിലപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം, ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിളാണ്. ക്യൂബയിൽ ഫിഡലിന്റെ നേതൃത്വത്തിലുള്ള വിപ്ലവം ഒരു കമ്മ്യൂണിസ്റ്റ് പരിപാടി അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന വരികയും ചെയ്തപ്പോൾ ആദ്യം അംഗീകരിച്ച ക്യൂബൻ ഭരണഘടനയിൽ ക്യൂബൻ ഭരണകൂടത്തെ നിർവചിച്ചിട്ടുള്ളത് ഇതൊരു എത്തീസ്റ്റ് സ്റ്റേറ്റ് എന്നാണ്, ഒരു നിരീശ്വര ഭരണകൂടമാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ക്യൂബയിലെ മുഴുവൻ ആളുകളും നിരീശ്വരവാദികളാകുകയാണെങ്കിൽ അത് വലിയൊരു പുരോഗതിയായിട്ട് കാണുന്നയാളാണ്, ശാസ്ത്രീയ ബോധത്തിലേക്ക് ഉള്ള വളർച്ചയായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ ഒരു രാഷ്ട്രം ഒരു ഹിന്ദു രാഷ്ട്രമാണ്, അല്ലെങ്കിൽ അമേരിക്കയിലെ ഡോളറിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് ഡോളറിലെല്ലാം കാണാം. എനിക്ക് വളരെയധികം വെറുപ്പും എതിർപ്പുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയുള്ള ഒരു അബദ്ധമാണ് ഇതൊരു നിരീശ്വര രാഷ്ട്രമാണെന്ന് പറയുന്നത്. അത് അനുഭവം ചെയ്തിട്ടുണ്ട്. അത് എവിടുന്നാണ് പിന്നെ ഫിഡലിന് ആ പ്രചോദനം കിട്ടി. പക്ഷേ ഇപ്പോൾ അവരെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായം, വിശ്വാസം എന്താണെങ്കിലും അത് ചാർവാകന്റെ വിശ്വാസമാകാം, ഹിറാക്ലീറ്റസിൻ്റെതാകാം, മാർസിന് ഉണ്ടായിരുന്നത്, ഇത് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇത് സംവാദത്തിലൂടെയാണ്. കമ്മ്യൂണിസത്തിന് മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാർക്സിന് തന്നെ മതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാര്യം എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ടുണ്ടോ അവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ പ്രീണിപ്പിക്കുക. ജനാധിപത്യ സംവിധാനങ്ങളിൽ അന്ധമായി പ്രീണിപ്പിക്കുകയും ടോട്ടാലിറ്റേറിയൻ സ്വച്ഛാധിപത്യം കിട്ടുമ്പോൾ അന്ധമായി അടിച്ചമർത്തുകയും ചെയ്ത്, അല്ലാതെ മൂന്നാമതൊരു ചരിത്രം, അതായത് മൂന്നാമതൊരു നിലപാട്, അതാണ് വേണ്ടത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ നിലപാട് അതാണ്. പക്ഷേ കമ്മ്യൂണിസം അങ്ങനെ നിലപാട് സ്വീകരിച്ചതിന് അല്ല, ശരിയായ നിലപാടിലേക്ക് ഒരു പ്രോസസ്സിലൂടെയാണ്, അനുഭവങ്ങളിലൂടെയാണ്. ഇപ്പൊ ലെനിന് ഇതിനെക്കുറിച്ച് ലെനിനോട് ചോദ്യം ചോദിച്ചു, റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനെ, അദ്ദേഹം പറഞ്ഞിട്ട്. അപ്പോ ഇതൊരു അനുഭവങ്ങളിലൂടെ ശരിയാണെന്ന് കരുതിയ ചില സിദ്ധാന്തങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളിലൂടെ എല്ലാമാണ് ശരിയായ ഒരു ചരിത്രപരമായ വീക്ഷണം മതത്തെ സംബന്ധിച്ചും ദൈവവിശ്വാസം സംബന്ധിച്ചും ഉണ്ടാവുക. ആ അന്വേഷണത്തിൽ ഇന്ത്യയിൽ യാന്ത്രികമായൊരു സമീപനമല്ല, അത് ഏരിയ കമ്മിറ്റി വരെ അനുവദിച്ചു പിന്നെ അനുവദിച്ചില്ല എന്നുള്ള തരത്തിലല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായി ചേരുന്നവരെ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം പഠിപ്പിക്കണം, അതിന്റെ സംവാദത്തിൽ അവരെ പങ്കാളികളാക്കണം. ഉണ്ടല്ലോ, EMS അക്കാഡമി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ സ്ഥിരമായി. പിന്നെ ഈ അടുത്ത കഴിഞ്ഞ വർഷം ഞാനൊരു പരിപാടി നേരിട്ട് കണ്ടിട്ടുണ്ട് ഏഷ്യാനെറ്റില്. അതില് MB ജയരാജ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ആ പരിപാടി ഒന്നുകൂടെ ഇട്ട് കണ്ടു. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു ഹിന്ദുവാണ് താനെന്ന് പറയാൻ കഴിയുന്നത് പരസ്യമായി? ഏത് സാഹചര്യത്തിലാണ് MB ജയരാജൻ അത് പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. താങ്കൾ ഉയർത്തിയതുപോലുള്ള ഒരു സംശയം താങ്കൾ പറഞ്ഞതുപോലെ MB ജയരാജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം പിന്നെ അതിപ്പം ഹിന്ദു വർഗീയവാദത്തെ കുറിച്ചെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചതൊരു ഹിന്ദു സമുദായത്തിലാണെങ്കിൽ പോലും ഞാൻ ഹിന്ദു വർഗീയവാദിയല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും കോണ്ടെക്സ്റ്റിലാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ഒന്നിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ പ്രീണിപ്പിക്കുക, ഇത് രണ്ടുമല്ല വേണ്ടത്. പക്ഷേ CPIM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ പലപ്പോഴും ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ വ്യക്തമായ ചില നിലപാടുകൾ എടുത്തായിട്ട് കാണുന്നു. ഒന്ന് ഈ മുടി വിഷയത്തിൽ, അതോടൊപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പ്, മറ്റേ MLA, ഈ രണ്ട് വിഷയങ്ങളിലും അദ്ദേഹം വളരെ ശക്തമായ എന്താണ് പറയാ കമ്മ്യൂണിസം പരമായ ഒരു നിലപാടെടുത്തപ്പോൾ സാധാരണ ഒരു വിജയൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത്
അതിന്റെ പിന്നാലെ അതിനെ പ്രചരിപ്പിക്കാനായിട്ട് വളരെ പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങുന്ന പാർട്ടിയുടെ അണികളും മുതിർന്ന നേതാക്കളും ഇവരാരും തന്നെ ഈ വിഷയങ്ങളിൽ ഒരു അഭിപ്രായം പറയുന്നില്ല, പിന്തുണയ്ക്കുന്നുമില്ല. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ അഭിപ്രായമാണ്. എത്രയോ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി ഇക്കാര്യത്തിൽ കുറച്ചൊരു സമീപനം പറഞ്ഞു, വളരെ നന്നായി. ഒരുപാട് പേര് പ്രകൃതി എത്രയോ താങ്കളെ യഥാർത്ഥത്തിൽ പച്ചയായി തന്നെ താനൊരു നാസിയനാണെന്ന് പറയുന്നത് എനിക്ക് താങ്കളെ വളരെ ബഹുമാനമുള്ള ഒരു കാര്യമാണ്. പക്ഷെ താങ്കളൊന്നും ഇതിന് അനുകൂലമായിട്ടോ അല്ലെ അതിന്റെ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയതായി ഞാൻ കണ്ടില്ല. ഞാൻ തെളിവ് സഹിതം ഞാൻ പറയാം. മദിരാശിയിൽ വെച്ച് നടന്ന ഒരു വലിയ സംവാദത്തിൽ എം.എൻ. കാരശ്ശേരി മാഷ്, ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് കേരളീയ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതിനെക്കുറിച്ചുള്ള ഒരു സംവാദമായിരുന്നു. അതിന്റെ തലക്കെട്ട് എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം എനിക്ക് ശേഷം സംസാരിച്ചപ്പോൾ അവിടെ PG-യുടെ മകൻ അജയൻ ഉണ്ടായിരുന്നു, ശശികുമാർ ഉണ്ടായിരുന്നു, അങ്ങനെ 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 MK സാനു മാഷ് ഉണ്ടായിരുന്നു. ഇവരൊക്കെയുള്ള സദസ്സാണ്, വേദിയാണ്. കാരശ്ശേരി മാഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ധൈര്യമായിട്ട് തെറ്റിനെ വിമർശിക്കാനോ തുറന്നു കാണിക്കാനോ ഒന്നും ആരും ഇവിടെ തയ്യാറാകുന്നില്ല. ഒരു മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ പ്രതീക്ഷിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി പോലും തയ്യാറാകുന്നില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അപ്പം തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മാഷ പ്രസംഗം വളരെ നന്നായിരുന്നു, വളരെ നന്നായിട്ട് ആശയാവിഷ്കാരം നടത്തുന്നയാളാണ്. പക്ഷെ ഇങ്ങനെ കുറെ പിണറായി വിജയൻ അത് ശരിയാണ് ഞാൻ പിണറായി വിജയൻ പറയുന്നു. പക്ഷേ ഈവൻ താമരശ്ശേരി ബിഷപ്പിനെ കാണാനും പിന്നെ റെക്കൺസിലിയേഷൻ അദ്ദേഹം പോകും. ഇതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള, തീർച്ചയായിട്ടും അദ്ദേഹം വെറുതെ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ കരുതില്ല. മറിച്ച് പാർട്ടി ഇദ്ദേഹത്തിന് സംഭവിച്ചൊരു പിഴവായിട്ടാണ് ഇപ്പൊ തന്നെ അമൃതാനന്ദമയി വിഷയത്തിൽ തന്നെ അമൃതാനന്ദമയുമായിട്ട് ഇന്റർവ്യൂ നടത്തിയത് കൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഇതൊക്കെ പിന്നിൽ പോയത് എന്നുള്ള നിരീക്ഷണം പാർട്ടി കമ്മിറ്റികളിലുള്ളതായി പുറത്തു വരണമെങ്കിൽ അകത്തുനിന്ന് വിടുന്ന പോകുകയാണല്ലോ പുറത്തു വരിക. അങ്ങനെ ഒരു പാർട്ടി, അതായത് ഏതെങ്കിലും നേതാക്കൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പരമായിട്ടുള്ള നിലപാട് എടുക്കുകയാണെങ്കിൽ അവരെ തിരുത്തുകയാണ് ഭൂരിപക്ഷം വരുന്ന പാർട്ടി നേതാക്കൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസം ഒരു യാഥാർത്ഥ്യമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നു. എന്നാൽ ആ വിശ്വാസത്തിലെ അശാസ്ത്രീയതകൾ തിരുത്താൻ നിരന്തരം പ്രയത്നിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്. അതിന്റെ DYFIയുടെ നേതൃത്വത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് നടന്നിട്ടുള്ള പ്രചരണങ്ങൾ, ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു സംഗമത്തിൽ സംസാരിച്ച് ഞാൻ ഓർക്കുന്നു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, സത്യസായി ബാബയും അമൃതാനന്ദമയും പോലുള്ളവർ അന്ധവിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ? അവർ സ്ഥാപിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ അർത്ഥം എന്താണ്? ഞങ്ങളിൽ വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ദിവ്യത്വമൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഈ ആശുപത്രിയിൽ ഒന്ന് ചികിത്സിച്ചാലേ നിങ്ങൾക്ക് അസുഖം ഭേദമാവൂ എന്ന് പറയുക വഴി ഒരർത്ഥത്തിൽ അവർ അന്ധവിശ്വാസത്തിനെതിരായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം. ആൾക്കാരെ ആർപ്പാട കല്യാണങ്ങൾ, അതുപോലെ തന്നെ അതിലൊരാള് ഒരു കേസുമായി ബന്ധപ്പെട്ട് വിസ്താര വേളയിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്, എന്നെ വെറുതെ വിടണേ എന്ന് പറഞ്ഞതായിട്ടൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആർപ്പാട കല്യാണം ഒരു സത്യമായിരുന്നു, ജാതിപരമായിട്ടുള്ള. പക്ഷെ അദ്ദേഹം തന്നെയാണ് അതിനെതിരെയുള്ള ഒരു ജാഥ നയിച്ചത്. അതിപ്പോ ഒരു മോക്കറി ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അല്ല, അതിനകത്ത് അദ്ദേഹം ഇപ്പൊ DYFIയുടെ ഒരു നേതാവാണ്. DYFI എന്ന് പറഞ്ഞാൽ എല്ലാം പാർട്ടി മെമ്പർമാരല്ല. അതെ, അത് എനിക്കറിയാം. അതിനകത്ത് ബഹുഭൂരിപക്ഷം പേരും അനുഭാവികളായിട്ട് വരുന്നതാണ്, ആവേശത്തോണ്ടി വരുന്നവരാണ്. അവരെ ഒരു നിരന്തരമായ പഠനത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയുമാണ് ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ധാരണയിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. ആ പ്രക്രിയക്കിടയ്ക്ക് അവർ ഒരു കേസിൽ പെടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ വിശ്വാസിയായിട്ട് തുടരുകയായിരിക്കും, അത് പറയുന്നതായിരിക്കും. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെങ്കിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അധ്യാപകർക്ക് മിനിമം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കും, ഇംഗ്ലീഷ് അത് പഠിപ്പിക്കാൻ പറ്റും. പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർക്കെങ്കിലും ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു സമീപനം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ താങ്കളുടെ മന്ത്രിസഭയിലുള്ള പല മന്ത്രിമാർക്കെതിരെ അവരുടെ വീട്ടിൽ നടക്കുന്ന പണികളും വാസ്തുപ്രകാരവും കൂടോത്രവും ജ്യോതിഷവും ഒക്കെ നോക്കി അത് ഇത് വെറുതെ ഉണ്ടായതാണെന്ന് വേണമെങ്കിൽ താങ്കൾക്ക് പറഞ്ഞ് സ്വാഭാവികമായിട്ടും. പക്ഷെ ഇത് നിരന്തരമായിട്ടുണ്ടാവുന്നത് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഈ 87 പേരാണെന്ന് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റി അല്ലെ, അതില് എത്ര പേരുണ്ടാവും ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് അടിയുറച്ച് വിശ്വസിക്കും? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെല്ലാം എൻ്റെ ഉറച്ച വിശ്വാസം അവര് കാര്യം നമ്മുടെ CPIM ഈ ഇപ്പൊ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഠനം എന്ന് പറയുന്നത് എല്ലാ തലത്തിലും വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്ക് വേണ്ടി ഞങ്ങൾ
ഇപ്പം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പം കേന്ദ്ര കമ്മിറ്റി തലത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്ക് ഇതിനെക്കുറിച്ചെല്ലാം ശരിയായ ധാരണ വേണം. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരെ പഠിക്കാൻ വിദേശ പാർട്ടി അല്ല, ഇവിടെ തന്നെയുള്ള ഐജാസ് അഹമ്മദിനെ പോലെ പ്രഭാത് പട്നായിക്കിനെ പോലെയൊക്കെയുള്ള വ്യത്യസ്ത വിഷയങ്ങളിൽ അവഗാഹമുള്ള ആളുകളെ അവർക്ക് വിഷയം കൊടുത്ത് അവർ പിന്നെ ജയരാമൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ സയൻസിലെ ജയരാമൻ അന്ധവിശ്വാസത്തിന്റെ മറ്റേ ഗണപതി പിന്നെ പാല് കുടിക്കുന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അതിനെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് സയൻസ് ഫോറത്തിന്റെ വളരെ പ്രശസ്തനായിട്ടുള്ള വക്താവാണ്. ഇവർ വന്നിട്ട് മോഡേൺ സയൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്, അതും ഡയലക്ടിക്കൽ മെറ്റീരിയലിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ, സംഘർഷങ്ങളുള്ള മേഖലകളുണ്ടോ, ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്. ഇതിനെ തുടർന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി ഇവിടെ ക്ലാസ് നടന്നു. ആ ക്ലാസ്സിൽ പിന്നെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനാണ് പിന്നെ ഞാൻ നടത്തിയത്. കാര്യം വൈരുദ്ധ്യാത്മക ചരിത്രപരമായ ഭൗതികവാദമാണ് ഞാൻ എടുത്തത്. അപ്പം ഈ പ്രപഞ്ചത്തിന്റെ വൈവിധ്യം എന്താണ് എന്നുള്ളതാണ് ഒരു പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന പിന്നെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ. അതുപോലെ തന്നെ ഈ അണ്ടകടാഹത്തിന്റെ അനന്ത വൈചിത്ര്യം അത് ഞാൻ ഒരിടത്ത് സംഘടിപ്പിച്ചിരുന്നത് വളരെ വളരെ മനോഹരവും ശക്തവുമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ്. അത് പ്രസന്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ക്ലാസ് നടത്തിയത്. പക്ഷേ ഈ തിരുത്തൽ പ്രമേയങ്ങളിലാണ് തിരുത്തലുകൾ വരുന്നത്, മറിച്ച് അത് ആർക്കാണോ വാദം അവരിൽ തിരുത്തലുകൾ വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നു. ആക്ഷേപം ശരിയല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നേതൃത്വം തന്നെ ഒരുമിച്ചിരുന്ന് പഠിക്കുക. താങ്കൾ വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നു. രണ്ട് വിഷയങ്ങൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, താങ്കൾ ഒരു കാസർഗോഡ് ആധുനിക വേഷവിധാനങ്ങൾ ധരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവളുടെ വീട്ടിൽ നിന്ന് ചില എതിർപ്പുകൾ വന്നപ്പോൾ ഞാൻ കേട്ടതാണ്, താങ്കൾ അത് സ്ഥിരീകരിക്കണം. താങ്കൾ അവിടെ ചെന്നിട്ട് ഒരു പ്രസ്താവന നടത്തി, തട്ടമിട്ടാൽ എന്താ കുഴപ്പം എന്നൊരു പ്രസ്താവന നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ള കാര്യമല്ല. കേട്ടതിനകത്ത് ഞാൻ ഇപ്പൊ തന്നെ കറക്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്കൂൾ തട്ടമിടാതിരുന്നാൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം കൂടി താങ്കൾ ചോദിച്ചിരുന്നെങ്കിൽ അതൊരു ബാലൻസ് ആണ്. അതിൽ ഒരു തട്ടമിട്ടുകൊണ്ട് വരുന്നത് ഒരു സ്കൂളിൽ തടഞ്ഞപ്പോൾ അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. വസ്ത്രധാരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടിനിക്കൊണ്ട് ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അതിൽ നമ്മൾ സമൂഹം ചർച്ച ചെയ്തിട്ട് വസ്ത്രധാരണ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പങ്ങളിൽ വലിയ പൊളിച്ചെഴുത്തുകൾ വരുത്തേണ്ടതുകൊണ്ട് വസ്ത്രധാരണത്തിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. കാരണം സ്ത്രീകൾ തങ്ങൾ മറച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ മറച്ചുവെക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞൊരു നാടാണ് കേരളം. മറയ്ക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പം മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി. എന്നാൽ മറയ്ക്കേണ്ടതില്ലാത്ത സ്ഥലവും മറയ്ക്കണം എന്ന് മതത്തിന്റെ ബോധത്തിൽ നിന്നുകൊണ്ട് മുഖം മറച്ചിട്ട് നടക്കണം, സ്ത്രീകൾ ബുർക്ക ധരിച്ചിട്ട് നടക്കണം എന്നാജ്ഞാപിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തെ ചോദ്യം ചെയ്യേണ്ടത് അത്തരം നിഷ്കർഷകൾക്ക് ഇരയാവുന്ന സമൂഹത്തിൽപ്പെട്ടവരാണ്. ഞാനല്ലത് പറയേണ്ടത്. ആ സമൂഹത്തിലെ സ്ത്രീകൾ പറയണം, ഇല്ല, ഞങ്ങൾ മുഖം മറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവർ പറയണം. മറ്റൊരു സംഭവം, ന്യൂമാൻ കോളേജ്, അന്ന് ജാൻ ജോസഫ് മാഷുമായിട്ട് പലതവണ സംസാരിച്ചു. അദ്ദേഹം സ്വകാര്യമായി പറഞ്ഞൊരു കാര്യമാണ്, എങ്കിലും എനിക്കും പലർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. അങ്ങയുടെ ഭാഗത്തു നിന്ന് അങ്ങ് ഒരു റെസ്പോൺസ് നടത്തി. രണ്ട് റെസ്പോൺസ്, അതായത് ഈ കൊലപാതകികൾക്ക് അല്ലെങ്കിൽ കൈവെട്ടികൾക്ക് നിർദാക്ഷിണ്യം അവരുടെ മനസ്സിലിരിപ്പ് നടപ്പിലാക്കാൻ സഹായിക്കുന്ന പശ്ചാത്തലം ഒരുക്കിയ രണ്ട് കാര്യങ്ങൾ അവിടെ അന്ന് ഉണ്ടായി. ഒന്ന്, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഓവർ റിയാക്ഷൻ, പിരിച്ചുവിടുക. രണ്ട് എന്ന് പറയുന്നത്, അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഈ കക്ഷി ഒരു വിഡ്ഢിയാണ്, ഇത് കോടതി വെറുതെ വിട്ടൊരു കക്ഷിയാണ്. താങ്കൾ ഈ കേസിന്റെ പൂർണ്ണമായ ഒരു മെരിറ്റ് വരുന്നതിന് മുമ്പ് ഒരു വിധി പ്രസ്താവന നടത്തിയപ്പോൾ ഇത്തരം പ്രതിരോധ ശക്തികൾക്ക് ഒരു വലിയ ആവേശം പകരുകയും മന്ത്രിയും തള്ളി മാനേജ്മെന്റും തള്ളി. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ താങ്കളെ എന്തെങ്കിലും കാണുമെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിച്ചു. വിഡ്ഢിയാണെന്നല്ല പറഞ്ഞു. ഞാൻ ഉപയോഗിച്ച വാക്കിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ഒരു മഠയനാണെന്നാണ്. വിഡ്ഢിയും മഠയനും എന്ന് പറഞ്ഞ രണ്ട് വാക്കിനും വ്യത്യാസമുണ്ട്. അതെ, മഠയനാണെന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും അവിടെ വച്ച് നിൽക്കുകയാണ്. കാരണം ഇത്തരത്തിൽ വളരെ അതിവൈകാരികമായി പ്രതികരിക്കാനിടയുള്ള ഒരു വിഷയത്തിൽ ഇതുപോലൊരു ചോദ്യം വരിക, അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, അത് മനസ്സിലാക്കാൻ കഴിയണം. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദിന്റെ കാർട്ടൂണുകളെ കുറിച്ച് 2006 നടന്ന ഈ കാർട്ടൂണുകൾ വരച്ചിട്ട് 6 മാസത്തിന് ശേഷമാണ് കലാപം ഉണ്ടാവുക.
ഇതേവണക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിന് ശേഷം സാറിന് എന്നെ വ്യക്തം എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ്. എത്ര ദിവസങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ നീണ്ട ഒരു വലിയൊരു ആസൂത്രണമാണ്. അവിടെ ഈ സമൂഹം ജോസഫ് മാഷിനെ വല്ലാതെ പീഡിപ്പിക്കുക. ആ മനുഷ്യന് ഒരു എന്താ പറയുക, ഒരു ജനാധിപത്യ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പരിരക്ഷയോ പിന്തുണയോ കിട്ടിയില്ല. വളരെ കുറച്ച് ഇപ്പോൾ യുക്തിവാദി സംഘക്കാരോ അല്ലെങ്കിൽ പരിഷത്തുകാരോ അവരുടെയൊക്കെ നോമിനലായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് അദ്ദേഹത്തിന് അന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. എല്ലാവരും എതിരെ വരുന്നു. ആ സമയത്ത് ആ ന്യൂമാൻ കോളേജ് മാനേജ്മെന്റ് എടുത്ത സമീപനത്തിനായിട്ട് ഏറ്റവും ശക്തമായ നിലപാടല്ലേ ഗവൺമെന്റ് കൈക്കൊണ്ടത്. ഗവൺമെന്റ് അല്ല, ആ പ്രസ്താവന എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു പ്രസ്താവനയാണ്. ഇങ്ങനെ ഒരു മഠേത്തരം അല്ല, എൻ്റെ വളരെ ഈ സാമുദായികമായി ഇതുപോലുള്ള പിന്നെ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ അല്ലെ, നമ്മുടെ നാട്ടിലും നമ്മുടെ നാടിന് പുറത്തും ഇതുപോലുള്ള അവസരങ്ങൾ വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഛിദ്രശക്തികളുണ്ടല്ലോ. ഇപ്പം കേശവദേവ് പറഞ്ഞിട്ടുണ്ട് രാമായണം ചുട്ടീകരിക്കണമെന്ന്. ആ കാലത്തത് പറയാമായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു. അതിനെതിരായിട്ട് വന്ന പ്രതികരണങ്ങളെ അഭിമുഖീകരിച്ചു. എനിക്ക് അഭിമാനമുണ്ട്, ഞങ്ങളൊരു ജില്ലക്കാരനാണ്, സി കേശവനും ഞാനും എന്നുള്ളത്. ഞങ്ങൾ രണ്ടും എത്രയോ അകലങ്ങളുള്ളവരാണ്. അദ്ദേഹം എത്രയോ മഹാനായ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തോട് ഒരു ക്ഷേത്രം തീപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ഷേത്രത്തിന് തീ കത്തിയാൽ അത്രയ്ക്ക് അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയുമോ? അതാണ് അതിനകത്ത് വസ്തുത. ഞാൻ സാറിന്റെ ഒരു സ്പീച്ച് അത്ര കണ്ടു. സാർ അയർലൻഡിൽ പോയി സംസാരിക്കുന്നു. അപ്പോൾ അവിടെ സാറ് എറിക് ഹോബ്സ്ബോമിന്റെ ഒരു പ്രസ്ഥാന സൊസൈറ്റി കനോട്ട് പെട്രോണിസം, ഒരു സമൂഹത്തിന് സ്വന്തം നിലയിൽ പുരോഗമിക്കാനാവില്ല അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനാവില്ല, അതിന് ഇടപെടൽ ആവശ്യമുണ്ട്. ഇപ്പൊ ഈ പോകുന്ന പോക്കില് അവർ വൈകാരിക തീവ്രതയുള്ളവരാണ്, അവർ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. ഇത്തരം ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപരമായിട്ടുള്ള തിമിരം വരുമ്പോൾ നമ്മൾ അതിനിങ്ങനെ കൈയടിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? നമ്മൾ അതിനെതിരെയുള്ള എന്തെങ്കിലും ഉദ്ബോധനപരമായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണോ വേണ്ടത്? ഒരു സംശയമില്ല. വളരെ 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 ശക്തമായി ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരായി ഉറച്ച നിലപാടെടുക്കണം. അതേസമയം ആ ഉറച്ച നിലപാടുകൾക്ക് പ്രസക്തി കിട്ടാത്ത വിധത്തിലും ആ ഉറച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്താൻ കഴിയാത്ത വിധത്തിലും വിധ്വംസക ശക്തികൾക്ക് ജനങ്ങളുടെ വികാരത്തെ ആളിക്കത്തിക്കാൻ ഇടകൊടുക്കുന്ന വിധത്തിൽ നമ്മൾ സംസാരിക്കാതിരിക്കുകയാണ്. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്, വൈരുദ്ധ്യാത്മകമാണ്. വികാരം മാത്രമല്ല, ഇപ്പൊ മതപരമായിട്ടുള്ള അധികാരം അതിന് തന്നെ കീഴടങ്ങുന്നുണ്ട് പാർട്ടി. ഇപ്പൊ അമൃതാനന്ദമയുടെ കേസിൽ പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവനയും VS അച്യുതാനന്ദൻ പറഞ്ഞ പ്രസ്താവനയും അജഗജാന്തരമാണ്. അതില് പിന്നെ ഏത് ചോദ്യത്തിന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. പൊതുവിൽ രണ്ട് വശമുണ്ട് അതിനകത്ത്. ഒന്ന്, അമൃതാനന്ദമയിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വിമർശനങ്ങൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ അവിടെയും പിണറായി വിജയന് പിന്തുണയായിട്ട് പാർട്ടി എത്തുന്നില്ല. ഞാൻ ആലോചിച്ച് പിണറായി വിജയൻ ഇത്രയധികം പ്രഭാവം പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളൂ. മതപരമായ കാര്യങ്ങളിൽ മാത്രം അദ്ദേഹം എന്തെങ്കിലും കൃത്യമായി പറയുകയാണെങ്കിൽ ആരും അതിന്റെ പുറകിൽ പോകുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യം വളരെ പ്രകടമാണ്. അല്ല, പാർട്ടി സെക്രട്ടറി പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായമല്ലേ, പിന്നെ ആരെങ്കിലും അതിന്റെ പുറകെ വന്നു എന്നുള്ള പ്രസക്തിയിൽ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അത് മറ്റുള്ള, അതായത് പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സാധാരണ പ്രസ്താവനകൾ പിണറായി പറഞ്ഞതിനെ നിങ്ങൾ പരത്തുകയാണ്, ഡിസിമിനേറ്റ് ചെയ്യണം. ആ ഒരു ആശയം ഡിസിമിനേറ്റ് ചെയ്യണം. പക്ഷെ ഈ ആശയം അത് ചാക്കിക്കെട്ടി വെക്കുകയാണ്. അത് അങ്ങനെ പറഞ്ഞു അല്ലല്ലോ. അത് പറഞ്ഞ ഏറ്റവും വലിയ പിന്നെ പ്രസിദ്ധിയെ അല്ല, വീണ്ടും ഇപ്പൊ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയുന്നല്ലോ ഇത് പാർട്ടിയുടെ അഭിപ്രായമാണ്. അതെ, പക്ഷെ അതിന് മറ്റൊരു ഇല്ല, അതിന് എക്കോ ഇല്ല. അല്ല, അതിനകത്തൊരു വസ്തുതയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പാർട്ടി പ്രതികരിക്കുകയും അത് സമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി പാർട്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. DYFI ആൾദൈവങ്ങൾക്കെതിരായി, അന്ധവിശ്വാസങ്ങൾക്കെതിരായി നടത്തുന്ന പ്രചരണം, മഹിളാ അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനം, SFI നടത്തുന്ന പിന്നെ പഠന ശിബിരങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഞാൻ കാണാറുണ്ട്. SFIയുടെ ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന ആൾക്കാർ ചരട്, കുറി, ചാമ്പല്, അഞ്ഞാണം, പിന്നെ ഈ ഒരു പാമ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ ശിവനാകും എന്നുള്ള മോഡലാണ്. ഇത് ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന ആളാണ്, ഞാൻ പറഞ്ഞ നേതാക്കൾ. അപ്പൊ അവർക്ക് യാതൊരുവിധ ധാരണയും എന്താണ് ഈ പാർട്ടി എന്നോ അല്ലെങ്കിൽ എന്താണ് ഈ കമ്മ്യൂണിസം എന്നോ അവർക്ക് യാതൊരു ധാരണയില്ലാത്തതിന്റെ തെളിവാണ്. ഇത് മൂക്കിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളാണ്. SFI പ്രവർത്തകരിൽ കൂടുതൽ തുടർച്ചയായിട്ടുള്ള പഠന പദ്ധതികളും പരിപാടികളും നടപ്പാക്കണം എന്നതിലേക്കാണ് താങ്കളുടെ ചോദ്യം വിരലുണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീ വിഷയത്തിലുള്ള P. ശശി
പി ശശി, ഗോപി കോട്ടമണിക്കൽ, ജോസ് തെറ്റയിൽ, കുഞ്ഞാലിക്കുട്ടി കുര്യൻ, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ പാർട്ടിയുടെ യുവജന വനിതാ പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. 2 മീറ്ററാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് വളരെ പ്രകടമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഇതല്ല. ഇപ്പോൾ പാർട്ടിക്ക് ചില കോടതികളും അന്വേഷണങ്ങളും ഒരു ജനാധിപത്യ ക്രമത്തിൽ പാർട്ടി കോടതികൾ ഉണ്ടാക്കുക, ഞങ്ങൾ വിസ്തരിച്ചു വെറുതെ വിട്ടു, ഞങ്ങൾ വിസ്തരിച്ചു. ഇപ്പൊ പി ശശി യഥാർത്ഥത്തിൽ പി ശശി ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പാർട്ടി അത് ഒഴിവാക്കി. ഇതില് പി ശശിയെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് നടപടിയെടുക്കേണ്ട അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ്. പാർട്ടിക്ക് പുറത്തുപോയി ഒരു നിയമ സംവിധാനത്തിലൂടെ വിചാരണ ചെയ്യപ്പെട്ടാൽ എന്തെങ്കിലും അല്ല, നിയമപരമായ ഒരു വിചാരണയിൽ ഇപ്പൊ നൽകിയതിനേക്കാൾ കടുത്ത ശിക്ഷ നൽകേണ്ട എന്തെങ്കിലും ഒരു കുറ്റം ശശി ചെയ്തിട്ടില്ല. അത് പാർട്ടി ഒരു നിയമ സംവിധാനമല്ല. അവരുടെ ഒരു കോടതിയുടെ ഒരു നിയമ എക്സ്പെർട്ട് അല്ല. ദേ ആർ നോട്ട് ലോ എക്സ്പെർട്സ്. എനിവേ അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തീർന്ന നേതാക്കന്മാരാണ്. അവർ അന്വേഷിക്കും. പക്ഷെ ഒരു പൗരൻ ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ ചെയ്യുന്ന ഒരു അതിക്രമം അയാൾ ഇന്ത്യയുടെ നിയമ സംവിധാനം അനുസരിച്ച് അയാൾ വിസ്തരിക്കപ്പെടാൻ അയാൾക്ക് അർഹതയുണ്ട്. വിസ്തരിക്കപ്പെടേണ്ടത് പാർട്ടി അതിനെ തടയുന്നു. അതാണ് ഞാൻ പാർട്ടി തടയുന്നില്ലല്ലോ. എന്തുകൊണ്ട് പാർട്ടി തടയുന്നില്ല. ഒരു തടസ്സവും പാർട്ടി വരുത്തിയിട്ടില്ലല്ലോ. അല്ല, പാർട്ടി ഒരാളും അവർക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഒരിക്കലുമല്ല. പാർട്ടി അർഹമായ തരത്തിൽ അത് പരിശോധിച്ച് അതിന്മേൽ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ പരാതിപ്പെട്ടവർ പൂർണ്ണ സംതൃപ്തരായതുകൊണ്ടാണല്ലോ അവർ പിന്നെ കേസുമായിട്ട് പോകാത്തത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഇപ്പോൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെയും പാർട്ടിയുടെയും വ്യക്തമായ ഒരു അഭിപ്രായം? അല്ല, ഇതിൽ പിന്നെ പാർട്ടി അഭിപ്രായം നേരത്തെ തന്നെ പറഞ്ഞതാണ്. സാമൂഹികമായ തിരിച്ചറിവിലൂടെ ഒരു പൊതു സിവിൽ കോഡ് നിലവിൽ വരുത്താൻ എല്ലാ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലും പെട്ടവർക്ക് മാനസികമായി ഒരു സമ്മതം സൃഷ്ടിക്കാൻ കഴിയുന്ന അന്തരീക്ഷം അല്ല, അതേ കഴിയുള്ളൂ. കാരണം ഇത് RSSന്റെയും BJPയുടെയും ഒരു അജണ്ടയാണ്. ഭൂരിപക്ഷ വിഭാഗത്തിനിടയിൽ വർഗീയ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി RSSും സംഘപരിവാർ ഉപയോഗിക്കുന്ന ഒരു അജണ്ട കൂടിയാണിതെന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. മറിച്ച് ഒരു ആരോഗ്യമുള്ള ജനാധിപത്യ സമൂഹമായി ഇന്ത്യ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന താങ്കളെയും എന്നെയും പോലുള്ളവരും ആഗ്രഹിക്കുന്നതാണ് ഒരു പൊതു സിവിൽ നിയമം വേണമെന്നുള്ളത്. സംഘപരിവാറിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. എന്താണ്? വർഗീയമായ അന്ധഛിദ്രമുണ്ടാക്കി ന്യൂനപക്ഷങ്ങളെല്ലാം ന്യൂനപക്ഷത്തിനൊരു പണി കൊടുത്ത് വർഗീയ ധ്രുവീകരണത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വം ഇന്ത്യയിൽ അരക്കിട്ടുറപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് പൊതു സിവിൽ കോഡ് എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ഈ സംഘപരിവാർ സിവിൽ കോഡിനെ ആഗ്രഹിക്കുന്നു, ബാക്കി മതേതര ശക്തികൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സിവിൽ കോഡ് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ വളരെ പ്രകടമായിട്ടുള്ള ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയുടെ കാര്യം തന്നെ എടുക്കുക. അവൾ ഒറ്റ മകളാണെങ്കിൽ അവൾക്ക് അവളുടെ അച്ഛന്റെ പകുതി സ്വത്ത് മാത്രം കിട്ടുമ്പോൾ ഒരു ഹിന്ദു യുവതിക്ക് മൊത്തം സ്വത്ത് കിട്ടുന്നുണ്ട്. ഇതൊക്കെ വളരെ നഗ്നം. ഇതിനൊക്കെ ഈ മൈക്രോസ്കോപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹത്തിൽ ഇതേപോലുള്ള പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നു. മറ്റേ മേരി റോയുടെ കേസ് വളരെ പ്രസിദ്ധമാണ്. മേരി റോയുടെ അപ്പം ഇതിലെല്ലാം വളരെ നീതിപൂർവകമായൊരു സമൂഹമായും സ്ത്രീകളുടെ പദവികൾ അംഗീകരിക്കപ്പെടുന്ന ഒരു സമൂഹമായും നമ്മുടെ സമൂഹം മാറണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷം പ്രതിബദ്ധമാണ്. പക്ഷേ പിന്നെ സിവിൽ നിയമം വരണമെന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കുന്ന സംഘപരിവാറിന്റെ ലക്ഷ്യം. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാനായി ന്യൂനപക്ഷ വർഗീയതയുമായി സമരസപ്പെടുകയും അവരെ വല്ലാതെ പരിലാളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എത്ര അപകടകരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ തന്നെ ഞാൻ ഈ അടുത്ത 2 വട്ടം പോയി. എനിക്ക് തോന്നുന്നു അവിടെയാണ് 30% വരുന്ന മുസ്ലിം പോപ്പുലേഷൻ. മറ്റൊരു മലപ്പുറമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല പാർട്ടിക്ക് പോലും അവിടെ ഭീകരവാദത്തിന്റെ കേന്ദ്രമാകുന്നു. RSSകാരെ പാർട്ടി തടയുന്നു. പക്ഷെ അവരെ തടയുന്നില്ല. ഇങ്ങനെ ഒരു പ്ലോയ് രണ്ടുപേരെയും നിങ്ങൾ ഒരേപോലെ രണ്ടുപേരെയും കാണുക. RSSും NDF ഒക്കെ ഒരേപോലെ നിൽക്കുക. ഒരിടത്ത് പറച്ചിലും ഒരിടത്ത് ശരിക്കും ഈ ഒരു രീതി വലിയ തിരിച്ചറിയില്ല. അവിടെ അതിനെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഒന്ന് ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷ മതഭീകര പ്രവർത്തനവും നമ്മുടെ സമൂഹത്തിലും വലിയൊരു ഭീഷണിയായി വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭീഷണി 2 തരത്തിലാണുള്ളത്. ഒന്ന്, അത് തന്നെ ഒരു ഭീഷണിയാണ് സമൂഹത്തിൽ. 2,
സമൂഹത്തിന് അതിനെ അപേക്ഷിച്ച് എത്രയോ കൂടുതൽ വലിയ ഭീഷണിയായിട്ടുള്ള സംഘപരിവാറിനും ഹിന്ദു വർഗീയതയ്ക്കും സാധൂകരണവും ന്യായീകരണവുമായിട്ട് അവരിത് ഉപയോഗിക്കും, ന്യൂനപക്ഷ വർഗീയത. അപ്പം അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ ആയുധങ്ങൾ മുഴുവൻ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കടമ എന്നിരിക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ആയുധങ്ങൾ മടക്കി വെക്കാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് ന്യൂനപക്ഷ വർഗീയതയും ന്യൂനപക്ഷ ഭീകരതയും. CPIM-ന്റെ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് 2000 ആണ്ടിൽ പാർട്ടി പരിപാടി കാലോചിതമാക്കാൻ വേണ്ടി ഒരുമിച്ച് സമ്മേളിച്ചപ്പോൾ ആ പാർട്ടിയുടെ പ്രത്യേക സമ്മേളനം അംഗീകരിച്ച രേഖയിൽ ന്യൂനപക്ഷ വർഗീയതയുടെ ആപത്തിനെ കുറിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. അത് ഈ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ വേണ്ടതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ചിലപ്പം ശ്രദ്ധ കുറഞ്ഞു പോയതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അത് തിരുത്തപ്പെടേണ്ടതാണെന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. പലപ്പോഴും ഞാൻ ഈ മുമ്പേ പറഞ്ഞ തന്നെ കാര്യം, ഈ മതത്തോടുള്ള സമീപനത്തിൽ പാർട്ടി നല്ല മാർക്സിസത്തിന് പൊതുവിൽ ഒരു വിജയകരമായ നിലപാട് അതിന്റെ ചരിത്രത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ അടിച്ചമർത്തുക, ഇത് രണ്ടും എവിടെ ഇപ്പോൾ കേരളത്തിലായാലും റഷ്യയിലായാലും നടക്കും. കേരളത്തില് യുക്തിവാദി സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇവിടെ ഒരു സ്വതന്ത്ര ചിന്തയില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിലോ സംഘടനയിലോ ചാരാതെയും ചായാതെയും ഒരാൾക്ക് നിന്ന് ജീവിക്കാനേ പറ്റില്ല. ഒരു സ്ത്രീക്ക് വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എങ്ങും ചാരാത്ത ഒരു സ്വതന്ത്ര ചിന്ത അസാധ്യമാകുന്ന ഒരു അടഞ്ഞ സമൂഹമുണ്ട്. പക്ഷെ എനിക്ക് വിയോജിപ്പുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും MC ജോസഫിനെയൊക്കെ പോലുള്ളവർ പ്രവർത്തിക്കുകയും ചെയ്ത സമൂഹമാണ് നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. യുക്തിവാദികൾക്കെതിരെ കേരളത്തിൽ വ്യവസ്ഥാപിതമായി പ്രചരണം നടത്തുകയും എന്റെ അറിവിൽ 2 പുസ്തകങ്ങൾ യുക്തിവാദികൾക്കെതിരെ പ്രസിദ്ധീകരിച്ച ഏക പാർട്ടി CPI. അല്ല, അവിടെയുള്ള ഒരു കാര്യം, യുക്തിവാദികളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സമയമൊത്തു വന്നാൽ പോകുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു കാലഘട്ടത്തിൽ ഞാൻ യുക്തിവാദി സംഘടനയുടെ കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. എൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോവുകയും AT കോവിലിൻ്റെ പ്രസംഗം കേൾക്കാൻ പോവുകയും ഇടമറി പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. യുക്തിവാദി പ്രസ്ഥാനം കേരളീയ സമൂഹത്തെ ആധുനീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് ചേർത്തിപ്പോൾ പറയും, യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രം സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യം യുക്തിവാദികളുടെ പ്രവർത്തനത്തിന് ഒരു പരിമിതിയുണ്ട്. ആശയ ലോകത്താണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് അല്ല, പക്ഷേ അവരുടെ ചില നിലപാട്, ഇപ്പൊ യുക്തിവാദി പ്രസ്ഥാനം എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഇത് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് യുക്തിവാദികളെ കുറിച്ച് പറയാം. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം നടത്തുക, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അന്ധവിശ്വാസത്തിനെതിരായിട്ട് ഞങ്ങൾ പടവരുത്തുമ്പോൾ നിങ്ങൾ അന്ധവിശ്വാസത്തെ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ല. അപ്പോ സംവാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. യുക്തിവാദികളുടെ ചില പോരായ്മകളെ കുറിച്ച് വിമർശിക്കുമ്പോൾ പട്ടിയെ വിട്ട് ഘടിപ്പിക്കുകയാണെന്ന് ആരോപിക്കുന്നവർ, കമ്മ്യൂണിസ്റ്റുകാരുടെ കുറവുകളായിട്ട് യുക്തിവാദികൾ കാണുന്നതിനെ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാവുള്ളൂ ഞങ്ങൾ അതിനെ പറ്റി. ഈ കേരളത്തിലെ താങ്കൾ ഈ പറയുന്ന യുക്തിവാദികളിൽ ഒരു 90% മാർക്സിസ്റ്റുകാരാണ്. അതെ, അത് ശരിയാണ്. യു കലാനാഥനെ പോലുള്ളവരാണ്. അതെ, അപ്പൊ അതാണ് അതിനകത്ത് വൈരുദ്ധ്യം. നിങ്ങളിപ്പോ അവർക്ക് പാർട്ടിപരമായിട്ടുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്. അവർ പാർട്ടിപരമായിട്ട് പറയുന്നു. അവർ പലരും ഡയലക്ടിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ടും വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഉദാഹരണമായിട്ട് ഞാൻ താങ്കളോട് ചോദിക്കാം, ഇപ്പോ ഈ കുറെ ബില്ലുകളുടെയും മറ്റ് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നു, അതിനെതിരെയൊക്കെ വളരെ വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ VT ബൽറാമിനെ പോലെയുള്ള ഒരാള് വേണ്ടി വന്നു. ബട്ട് ഹി ബിലോങ്സ് ടു ദ കോൺഗ്രസ് പാർട്ടി. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു MLA എന്ന് പറയുമ്പോൾ അത് നാച്ചുറലാണ്. പക്ഷെ അത് ഇപ്പുറത്തെ ഒരു ഇല്ലായ്മയാണ്. അല്ല, C കേശവനെ പോലുള്ളവർ, C കേശവന്റെയൊക്കെ പാരമ്പര്യം പിന്തുടരാൻ VT ബൽറാമിനെ പോലുള്ളവർ തേരാകുമ്പോൾ നമ്മളതിൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. കോൺഗ്രസിലും ശരിയായി ചിന്തിക്കാൻ കഴിയുന്ന ചില ആളുകൾ ഉണ്ടാവുന്നല്ലോ. ഇപ്പം ഇന്ദിരാഗാന്ധി കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ആ സന്ദർശനത്തിന്റെ അവസരത്തിൽ ബിഷപ്പുമാരെ കൂടെ കാണാൻ ഇന്ദിരാഗാന്ധിക്ക് പരിപാടി ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ AK ആന്റണി അന്ന് കോഴിക്കോട് പോയില്ല. ഇതിനുള്ള വിയോജിപ്പുണ്ട്. ആ ശ്രീ AK ആന്റണിയെ ഞാൻ ആദരിക്കുകയാണ്, ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ യുക്തിവാദി സംഘത്തിന്റെ കാര്യം തന്നെ പരിഷത്തിന് ഇപ്പൊ തന്നെ ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കാര്യത്തിലൊക്കെ പാർട്ടിയിൽ നിന്ന് വല്ലാത്ത ഭർസനം വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ പാർട്ടിയുടെ ഒരു കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി, ഒരു കോർ ഗ്രൂപ്പ് പരിഷത്തിന് വേണ്ടിയുണ്ട്. ചോദ്യം, ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ പരിഷത്തിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു കോർ ഗ്രൂപ്പ് ഉണ്ട്. കേരളത്തിലെ സ്വതന്ത്ര ചിന്തയെ അല്ലെങ്കിൽ ശാസ്ത്ര ചിന്തയെ മൂക്കുകയറിടാനായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണം K. വേണുവിനെ പോലെയുള്ളവരൊക്കെ അടുത്തിടെ വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെ മാർക്സിസം ഒരു നിഴലായി നിന്ന് കഴിഞ്ഞാൽ ശാസ്ത്ര ചിന്തയ്ക്കും സ്വതന്ത്ര ചിന്തയ്ക്കും ഇവിടെ വരാൻ സാധിക്കും?
ശാസ്ത്രാഹിത്യ പരിഷത്ത് കേരളത്തിൻ്റെ ശാസ്ത്രീയ ബോധപ്രചരണത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയൊരു പ്രസ്ഥാനമാണ്. മഹത്തായ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാണ്. അതോടൊപ്പം അവർ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ സ്വാഭാവികമായും അവരുടെ ഒരു മേഖല എന്നുള്ള നിലയിൽ തന്നെ ഇടപെടുന്നുണ്ട്. ബഹുജന സംഘം ഇതുപോലുള്ള വിശാലമായ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ, കലാ സാംസ്കാരിക മേഖലയിലെ പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം വലിയ സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പാർട്ടിയുടെ നിഴലല്ല. പാർട്ടിയുടെ നിഴലിൽ പാർട്ടി പറയുന്നത് കേട്ട് നിയന്ത്രണത്തിലോ നിഴലിലോ അല്ല അവ പ്രവർത്തിക്കേണ്ടത്. സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഈ പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സംഘടനകളിൽ പാർട്ടി അംഗങ്ങൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സംവിധാനം ഉണ്ടാവും. ഈ സംഘടനകൾ പാർട്ടി അംഗങ്ങൾക്ക് ഏതെല്ലാം മേഖലയിൽ പ്രവർത്തിക്കും. ഞാൻ യുവജന സംഘടനയെ പ്രവർത്തിക്കാൻ ഉറപ്പായിട്ട് പറയുമല്ലോ. ഉറപ്പായിട്ട് പറയും, ഒരു സംശയം വേണ്ട. പാർട്ടി അംഗമാണെങ്കിൽ പള്ളി കമ്മിറ്റി രാജിവെക്കാൻ പറയും. അതാണ് പാർട്ടിയുടെ തീരുമാനം. പാർട്ടിയുടെ അനുഭാവികൾക്ക് മാത്രമേ ഈ പള്ളിക്കെട്ടികൾ. യുക്തിവാദി സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് കലാധര മാസ്റ്ററോട് പറഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ. താങ്കൾ പറയുന്നത് ഞാൻ പിന്നെ വിശ്വസിക്കാൻ സന്നദ്ധനാണ്. ഞാൻ എന്റെ ശ്രദ്ധയിൽ അത് പറ്റില്ല. അല്ല, യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നുകൊണ്ട് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അദ്ദേഹത്തിന്റെ സമയം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ല, ഇതിനകത്തൊരു യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തുന്നത് ഒരു യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നടത്തുന്ന പിന്നെ ശാസ്ത്ര പ്രചാര പ്രവർത്തനത്തിന് തുല്യമായ പ്രവർത്തനങ്ങളാണ്. തിരിച്ചു വരുന്നത് ഞാൻ താങ്കൾ അല്പത്തിരി രോഷാകുന്നായിരുന്നു. ഞാൻ പട്ടിയോട്ട് കളിപ്പിക്കരുത് എന്നുള്ള ഒരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന്. പരിഷത്തിലും യുക്തിവാദി സംഘത്തിലും ഒക്കെ ഞാൻ രണ്ടുപേരുമായിട്ട് സഹകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പാർട്ടിയാണ് നമ്മളെ പോർട്ടേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രതീക്ഷിക്കുന്ന പാർട്ടിയിൽ നിന്നാണ്. പക്ഷെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഇവർ തന്നെ പറയുന്നത് 2 പുസ്തകങ്ങൾ നമുക്കെതിരെ വേറെ ആരും മൈൻഡ് ചെയ്ത് പോകില്ല, എഴുതി വീണ്ടും റീപ്രിന്റ് ചെയ്യാണ് ചിന്ത പബ്ലിക്കേഷൻസ്. ഏതൊക്കെയാ പുസ്തകങ്ങൾ? ഒന്ന് EMSന്റെ 2 പുസ്തകങ്ങൾ യുക്തിവാദി. അല്ല, അത് ആ ഒരു കാലഘട്ടത്തിൽ ഇടമറുകിന്റെയും യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പല പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്നും അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങളും പ്രചരണങ്ങളും നടത്തുന്നതിന് സമാന്തരമായോ അതിനേക്കാൾ കൂടുതലോ CPM-നും മാർക്സിസത്തിനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായി. ഞാൻ കേട്ടു അയാൾ വളരെ അന്ധമായി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. പഞ്ചായത്ത് പ്രസിഡന്റായി അന്ധമായിട്ടല്ല, കണ്ണ് തുറന്നുകൊണ്ട് പാർട്ടിയെ പിന്താകേണ്ട ആളാണ് കലാനാഥൻ മാസ്റ്റർ. എന്തായാലും ശാസ്ത്രാഹിത്യ പരിഷത്തിനെ പാർട്ടിയുടെ നിഴലിൽ നിർത്താനല്ല പാർട്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉദാഹരണമായിട്ട് ലൈസൻഗോയും ബാബിലും റഷ്യ ഒരുപക്ഷെ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ജനറ്റിക്സിൽ പിന്തള്ളപ്പെട്ടു. ആന്റി മെന്റലീഫിനായിട്ടുള്ള കുറെ നിലപാടുകൾ എടുത്തു. അതിനുശേഷം റഷ്യക്ക് ആ രംഗത്ത് കരകയറാനേ സാധിച്ചിട്ടില്ല. എതിർപ്പുള്ള ലൈസൻഗോയുടെ എതിർപ്പുള്ള ശാസ്ത്രജ്ഞന്മാരെ സൈബീരിയയിലും കൊല്ലുകയും ഒക്കെ ചെയ്തു. പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാലും ഈ തൊഴിലിന്റെ കാര്യം, ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ആയാലും മെതിയന്ത്രത്തിന്റെ കാര്യത്തിലായാലും നേരം വെളുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്പം സമയം എടുക്കുമെന്നൊരു ആരോപണം. അല്ല, ഇതില് ചരിത്രത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശാസ്ത്രത്തോടുള്ള സമീപനം വികസിപ്പിക്കുന്നതിൽ, സാങ്കേതിക വിദ്യയോടുള്ള സമീപനം വികസിപ്പിക്കുന്നതിലൊക്കെ പൊതുവിൽ വളരെ ശരിയായ സമീപനം ഇതൊരു ശാസ്ത്രാധിഷ്ഠിതമായ സാമൂഹ്യശാസ്ത്രമായതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ പോലും, അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഈ കാര്യം പറഞ്ഞത് വളരെ പ്രസക്തമാണ്. ഒരു ഘട്ടത്തിൽ ജോൺ ഡസ് നോട്ട് നോ വാട്ട് ഐവാൻ നോസ് എന്ന് പറയുമായിരുന്നു. കാര്യം ഐവാൻ ഒരു റഷ്യൻ കുട്ടി, കാര്യം സ്പുട്നിക് ആദ്യം വിട്ടു, പിന്നെ ലൈക്കയെ വിട്ടു, യൂറി ഗഗാറിനെ അയച്ചു, ആദ്യത്തെ സ്ത്രീ വാലന്റീന തെരഷ്കോവ പോയി. അപ്പോൾ ആ ഘട്ടത്തിൽ അമേരിക്കയും യൂറോപ്പും സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ശാസ്ത്രലോകത്തിൽ സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിനും കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടം അഭിമാനകരമായിരുന്നു ഒരു ഘട്ടത്തിലെങ്കിൽ, പിന്നീട് വളരെ യാന്ത്രികമെന്നുള്ള ഇൻവെർട്ടഡ് കോമയിലാണ്, ശാസ്ത്രീയമല്ലാത്ത അശാസ്ത്രീയമായ ചില സമീപനങ്ങളും ശാസ്ത്രീയതയും തെറ്റിദ്ധരിച്ചുണ്ടായി. അത്തരം സമീപനങ്ങൾ പല സ്ഥലത്തും പിന്തുടർന്നു പോന്നിട്ടുണ്ടാവാം. അത്തരം തെറ്റുകൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിനുണ്ടായ താൽക്കാലികമായ തിരിച്ചടിയിൽ ഒരു പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കി അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. പാഠപുസ്തകങ്ങളെ കൈവെക്കുക, പാഠ്യപദ്ധതിയിൽ കൈവെക്കുക. പലപ്പോഴും ഈ ഫാഷിസ്റ്റ് റഷ്യൻസ്
ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കും. ഇവിടെ ഇപ്പോൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന മതങ്ങളാണെന്നുള്ള അവസ്ഥ. താങ്കൾ ഒരു നിർണായകമായ ഒരു യുദ്ധത്തിൽ ഒരു പോരാളിയായിരുന്നു, മതമില്ലാത്തത്. അതിൽ പറ്റിയ ഒരു പരാജയം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീഴ്ച, അത് ഒരുപക്ഷെ ഇനി ഒരു നിർണായകമായ ചരിത്രപരമായുള്ള ഒരു വീഴ്ചയായിരുന്നു. ഒരിക്കലും അതിനകത്ത് തന്നെ അത് നന്നായി. ഈ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ചോദ്യം വിട്ടുപോയിരുന്നെങ്കിൽ അതൊരു നഷ്ടമാകുമായിരുന്നു. യഥാർത്ഥത്തിൽ അതിൽ പരാജയപ്പെട്ടില്ല. ഡോക്ടർ KN പണിക്കർ കമ്മിറ്റി നിർദ്ദേശിച്ചത് അൻവർ റഷീദ് ലക്ഷ്മി ദേവി എന്നുള്ള പേര് മാറ്റിയിട്ട് അച്ഛനും അമ്മയും കൂടി പോകുന്നു. പിന്നെ വേറെ ചില നെഹ്റുവിൻ്റെ ഔസ്യത്ത് കൊടുത്തത് മാറ്റണം എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ മാറ്റാം എന്ന് പറഞ്ഞിട്ട് മാറ്റി. ആ പാഠത്തിൻ്റെ അന്തസത്ത അതുപടി സംരക്ഷിച്ചുകൊണ്ടാണ് ആ വിവാദം അവസാനിപ്പിച്ചത്. പിന്നെ ഇല്ല, അതിപ്പം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം LDFന്റെ കാലത്ത് ഈ പേര് അൻവർ റഷീദ് ലക്ഷ്മി ദേവി എന്നുള്ള പേര്, യഥാർത്ഥത്തിൽ ആ പാഠം കേരളത്തിന് മുഴുവൻ കാണാപ്പാഠം അറിയാൻ പറ്റിയ ആ വിവാദത്തിലൂടെ. അത് ഞാൻ പല സ്ഥലത്തും പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാഠം ഉൾപ്പെടുത്തിയത് കൊണ്ടുള്ള നേട്ടം ഈ വിവാദം സൃഷ്ടിച്ചവർ അറിയാതെ അതിന് വലിയൊരു ആ പാഠത്തിൻ്റെ അംഗീകാരം തരികയാണ് ചെയ്തത്. കേരളം മുഴുവൻ ഈ പാഠം പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിനകത്തൊരു പരാജയമല്ല പറ്റിയത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പാഠപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായൊരു വിജയം അന്നുണ്ടായ ഈ മതമില്ലാത്ത ജീവൻ എന്നുള്ള പാഠത്തെക്കുറിച്ചുള്ള സംവാദമാണ്. മഹാഭാരതവും രാമായണവും ഒക്കെ ചരിത്ര സംഭവമാണ് എന്ന് വിശ്വസിക്കാനായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളാണ് ഈശ്വർ സംഭവം. പുള്ളിയാണ് ഈ ഹിസ്റ്ററിക് റിസർച്ച് കൗൺസിലിന്റെ ചെയർമാനായിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് BJP ഗവൺമെന്റ്. താങ്കൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇടതുപക്ഷ സഹായാത്രികരെ കൂടുതൽ ചെയ്തു എന്നുള്ള ഒരു ആരോപണം നേരിട്ട ഒരാളാണ് താങ്കൾ. എങ്ങനെ ഇത് രണ്ടും അല്ല, ഈ നമ്മുടെ ആശയ ലോകത്തിൻ്റെ കാവ്യവൽക്കരണം ഈ മോദി ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളത് മോദി ഗവൺമെന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചുവപ്പുവൽക്കരണമല്ല, ശാസ്ത്രവൽക്കരണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ശാസ്ത്രവൽക്കരണമാണ്. കുട്ടികൾ പഠിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കളകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പറിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതിനെ ചുവപ്പുവൽക്കരണമെന്ന് ആരോപിക്കുക മാത്രമാണ്. നമ്മുടെ സമയത്തിരിക്കൊണ്ടും മർമ്മപ്രധാനമായ ചോദ്യം ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസം, അതിന്റെ പ്രധാനപ്പെട്ട 3 ആക്സിഡൻസ്. അതിലേക്ക് വരുന്ന മറ്റൊരു ചോദ്യം. P. കേശവൻ നായർ 997 മുതൽ പുള്ളിയുടെ വീക്ഷണങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. അവസാനം കമ്മ്യൂണിസത്തെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം, അതിന്റെ 2ാം പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരൊറ്റ നേതാവ്, ഒരൊറ്റ ദാർശനികർക്ക് പഞ്ഞമില്ല, ബുദ്ധിജീവികൾക്ക് പഞ്ഞമില്ല, ഇന്ന് വരെ അത് ഖണ്ഡിക്കാനോ അത് അങ്ങനെയല്ല പുള്ളിക്ക് തെറ്റുപറ്റിയെന്ന് ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത്, കേശവൻ നായർ തന്നെ എന്നോട് പറഞ്ഞത്, പിണറായി വിജയൻ കാണണം, ഈ പുസ്തകത്തിന്റെ പേരിൽ ഒന്ന് കാണണമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. എന്നാൽ വന്നേക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പിന്നീട് ഒരിക്കലും ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ബേബി സഖാവ് ഇവിടെ ഉള്ളതല്ലേ, ബേബി ഒന്നും മൈൻഡ് ചെയ്തേയില്ല. ഇപ്പോ മാറ്റർ എനർജിയായി മാറ്റാം, എനർജി മാറ്ററാക്കി മാറ്റാം എന്നെല്ലാമുള്ള കണ്ടെത്തലുകൾ വന്നപ്പോൾ ഈ പദാർത്ഥം, ചിന്താലോകം, ഇവ തമ്മിലുള്ള വ്യത്യസ്തതയെക്കുറിച്ച് ഉള്ള ഡയലക്റ്റിക്കലായിട്ടുള്ള വിശദീകരണം മുഴുവൻ അബദ്ധമാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരുപാട് വാദങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നതാണ്. ലെനിനാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് സമയം ശാസ്ത്രം പഠിക്കാൻ വേണ്ടി, ശാസ്ത്രത്തിലെ പുതിയ കണ്ടെത്തലുകൾ പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചു. എന്നിട്ട് അദ്ദേഹം പദാർത്ഥത്തിന്റെ നിർവചനം പോയി. ആ നിർവചനം പോയപ്പോൾ പദാർത്ഥത്തിന് ഞാനിപ്പോൾ ഓർമ്മയെന്ന് പറയുകയാണ്, ഇതിനുവേണ്ടി എനിക്ക് പ്രത്യേകിച്ച് റെഫർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ലെനിൻ്റെ ഒരു പ്രസിദ്ധമായ വാചകം, ആശയ ലോകത്തിന് ബാഹ്യമായി നിൽക്കുന്ന എന്തെല്ലാമാണോ അതെല്ലാമാണ് പദാർത്ഥം. പദാർത്ഥത്തിന് പല രൂപങ്ങളുണ്ടാവാം. ആശയത്തിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്നതെല്ലാം പദാർത്ഥമാണ് എന്ന തരത്തിലുള്ള നിർവചനവുമായി ക്വാണ്ടം ഫിസിക്സിലും എല്ലാം വന്ന പുതിയ വലിയ കുതിച്ചുചാട്ടങ്ങൾ, മാർക്സിന്റെയോ എംഗൽസിന്റെയോ കാലത്ത് ഉയർന്നു വരാതിരുന്ന ശാസ്ത്രലോകത്തെ കണ്ടെത്തലുകൾ, അതെല്ലാം സംബന്ധിച്ച പ്രശ്നങ്ങൾ ലെനിൻ വിശദീകരിച്ചതാണ്. പിന്നെ മാർക്സിസ്റ്റുകൾ പദാർത്ഥത്തെയും പ്രപഞ്ചത്തെയും കാണുന്നത് തികച്ചും ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ, ശാസ്ത്രലോകത്തിൽ പുതിയ എന്ത് കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു അതെല്ലാം ഉൾക്കൊള്ളുകയാണ്. ലോകത്തെ സകലതും കണ്ടെത്തി കഴിഞ്ഞു എന്ന് ശാസ്ത്രജ്ഞന്മാരും ചടിക്കുന്നില്ല, മാർക്സിസ്റ്റുകളും ചടിക്കുന്നില്ല. പക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തത് പലതും നാളെ കണ്ടെത്താൻ കഴിയും എന്ന് ശാസ്ത്രീയമായ ശുഭാപ്തി വിശ്വാസമുണ്ട്. കേശവൻ നായരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല. നമ്മുടെ ഉപനിഷത്തിലും ഇന്ത്യൻ ദർശനത്തിലെ ആധ്യാത്മിക പാരമ്പര്യത്തിലും
ശങ്കരന്റെ സ്മൃതികളിലും ഒക്കെയുള്ള കാര്യങ്ങളാണ് ആധുനിക സയൻസും വിശദീകരിക്കുന്നത്. പാർട്ടി ശരിക്കും പ്രൊമോഷൻ കൊടുത്ത് കയറ്റിവിട്ടിരുന്നെങ്കിൽ കേശവനാരെ തിരിയുമായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, താങ്കളെ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്നോട് എന്നിട്ട് ആൾക്കാരെങ്കിലും പറഞ്ഞു പുള്ളിയോട് ചോദിക്കുന്നത് സയൻസ്, ഫോൾസിഫിക്കേഷൻ, റിപ്പീറ്റബിലിറ്റി, യൂണിവേഴ്സാലിറ്റി, ഒബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ, ഈ 4 തെളിവ് സംബന്ധിച്ചുള്ള 4 അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഇപ്പോൾ പണ്ട് ഹെറാക്ലിറ്റസ് മുതൽ ഹെഗൽ മുതൽ മെറ്റീരിയലിസം ആയത് മാക്സിലാണ്. ഈ സാധനം ശാസ്ത്രീയമാണ് എന്ന് വാദിക്കുന്ന മാർക്സിസ്റ്റുകളുടെ എണ്ണം എൻ്റെ അറിവിലും വളരെ കുറഞ്ഞതാണ്. സഖാവ് എം എ ബേബി ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ശാസ്ത്രീയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ എനിക്ക് വലിയൊരു ബലഹീനതയുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ച ശാസ്ത്രമല്ലാതെ ശാസ്ത്രമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പ്രീ ഡിഗ്രിക്ക് ഞാൻ എടുത്തത് 3rd ഗ്രൂപ്പാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വലിയൊരു വിഷമം തോന്നുന്ന കാര്യമാണ്. കാര്യം സാമൂഹ്യശാസ്ത്രം, താങ്കളുടെ അച്ഛൻ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ബിരുദധാരികളുടെ ഒരാളാണ്. താങ്കൾക്ക് അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അതൊരു വലിയൊരു, അത് ഞാൻ ഒരു ബോധപൂർവമായ ഒരു അബോധ തീരുമാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അന്നെന്ന് പറഞ്ഞാൽ ഈ ബൂർഷ്വാ വിദ്യാഭ്യാസത്തിനൊന്നും ഒരു അർത്ഥമില്ല എന്നൊക്കെ ഘോരഘോരം വാദിച്ച് നടക്കുന്ന ഒരു SFI കാലഘട്ടമാണ്. അപ്പം ഇപ്പം അത്യാവശ്യം വായിക്കാൻ തപ്പിത്തടഞ്ഞാണെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാനുള്ള ശേഷിയുണ്ട്, മലയാളം കഷ്ടിച്ച് ഉപയോഗപ്പെടുത്താം. അപ്പം അതുകൊണ്ട് ഔപചാരിക വിദ്യാഭ്യാസം ഇവിടെ മതി എന്നങ്ങ് തീരുമാനം. പിന്നെ അടിയന്തരാവസ്ഥ വന്നു, അറസ്റ്റ് വന്നു, ജയിൽവാസമായി. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തീരുമാനിച്ചത്. അപ്പം ഈ ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രമീമാംസയും ഒക്കെ പഠിക്കാൻ അതിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. അന്ന് വേണമെങ്കിൽ സയൻസ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ഒരു ശാസ്ത്രം ഔപചാരികമായി കൂടി പഠിച്ചതിൻ്റെ ഒരു കരുത്തിലെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ പാർട്ടിക്കുള്ളിലെ പഠനത്തിൻ്റെ ഭാഗമായി വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം, അതിൻ്റെ നിയമങ്ങൾ, ഇതെല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പലതും വായിച്ച് അധികം മനസ്സിലായില്ലെങ്കിൽ പോലും ഇപ്പം ഡോക്കിൻസിൻ്റെ സെൽഫിഷ് ജീൻ പോലുള്ള പുസ്തകങ്ങൾ, അത് കുറേ ഭാഗങ്ങൾ വായിച്ച് ചിലത് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വളയന്നൂർ രാമേന്ദ്രൻ എഴുതിയിട്ടുള്ള പുസ്തകം, അപ്പോൾ മുരളി ഞാനും കൂടാണ് അത് കുറേ വായിച്ചിട്ടുള്ളത്. അപ്പം അതിനകത്ത് മനസ്സിലായ ഭാഗങ്ങളുണ്ട്, മനസ്സിലാകാതെ കിടക്കുന്നുണ്ട്. അത് ശരി, വളരെ നല്ലത്. അപ്പം മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കാനൊരു ശ്രമം നടത്തി എന്നുള്ളതിനകത്തൊരു ചാരിതാർത്ഥ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൻ്റെ സിദ്ധാന്തങ്ങളായി മാർക്സിസ്റ്റ് ആചാര്യന്മാർ ക്രോഡീകരിച്ച ആശയലോകം, ഇപ്പോൾ മോറിസ് കോൺഫോർത്തിനെ പോലുള്ളവരുടെ പുസ്തകങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറേ ഭാഗമാണ് ഹിസ്റ്ററി ഓഫ് ദി CPSUBയിൽ സ്റ്റാലിൻ. അതെ, അതിനകത്ത് ഞാനത് ശാസ്ത്രീയമായ ആണെന്ന് വിശ്വസിക്കുന്നത് ഒരു അന്ധവിശ്വാസമായിട്ടല്ല. 2, ആ പറഞ്ഞത് മുഴുവൻ 100% ശാസ്ത്രമാകണമെന്നില്ല. ഇത് സംബന്ധിച്ച് പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ വന്ന് അതിൽ അശാസ്ത്രീയമായ ചില അംശങ്ങൾ ഉള്ളതിനെ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. എനിക്ക് പുരോഗതി, വൈരുദ്ധ്യങ്ങളുടെ ഐക്യവും സമരം, അതെ, അത് പ്രകൃതിയിലെ എല്ലായിടത്തും ദ്വന്ദ്വങ്ങൾ 2 ഉണ്ട്. നെഗറ്റീവ്, പോസിറ്റീവ്, രാത്രി പകല്, ഇത് ഒരു കാവ്യസങ്കല്പമല്ല. ഇതിന് ശാസ്ത്രീയമായിട്ട് എല്ലാ കാലത്തും എല്ലായിടത്തും ആവർത്തിച്ച് ഒബ്ജക്റ്റീവായിട്ട് വെരിഫൈ ചെയ്ത് എത്താൻ കഴിയുന്ന ഒരു സത്യമാണ്. ഇതുവരെ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ പ്രതിഭാസങ്ങളിലും ഇത് കാണാൻ കഴിയുന്നു. ചിലർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഉദാഹരണം എടുത്താൽ ചോദിക്കാം. ഇപ്പോ 3 കാണുന്നവര്, അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ചുറ്റിയാണെങ്കിൽ കാണുന്നതെല്ലാം ആണിയായിട്ട് തോന്നും. ചിലർ 3 കാണുന്നുണ്ട്, അവർ പറയും നെഗറ്റീവും പോസിറ്റീവ് അല്ല, പ്രോട്ടോൺ ന്യൂട്രോൺ 3 അല്ല, പ്രോട്ടോൺ ന്യൂട്രോൺ പോസിട്രോൺ അല്ല. അതിനെ കൂടുതൽ ഗവേഷണം നടത്തി നാളെ എന്താ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പം ആറ്റം അവിഭാജ്യമാണ് എന്നുള്ളതായിരുന്നല്ലോ സങ്കല്പം. അത് ഭേദിക്കാവുന്നതാണെന്ന് പിന്നെ കണ്ടെത്തി. അതുപോലെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ, അതുവരെ ലഭ്യമായ ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദ്വന്ദ്ങ്ങൾ. ഞാൻ സമയമില്ലാത്തതാണ് ബാർലിച്ചെടിയുടെ കഥ, നിഷേധത്തിന്റെ നിഷേധം. ബാർലി നശിച്ചു പോകുന്നുണ്ട്, പക്ഷെ ചക്ക നശിക്കുന്നില്ല, തെങ്ങ് നശിക്കുന്നില്ല. അല്ല, അതിന് എനിക്ക് മറുപടിയുണ്ട്. അത് ഞാൻ ആലോചിച്ചിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ നശിക്കുന്നത് എത്ര കാലം കൊണ്ടാണെന്നുള്ള ചോദ്യം, അതിൻ്റെ അളവുകോൽ എന്താണ്, അതിൻ്റെ കാല പരിഗണന എന്താണ്. ഇവിടെ മറ്റൊരു സന്ദർഭത്തിൽ ആശാൻ എഴുതിയിട്ടുണ്ട്, ഉൽപ്പന്നമായത് നശിക്കും, അണുക്കൾ നിൽക്കും.
ഉണ്ടാവുന്നൊന്നും നശിക്കും. അപ്പൊ പ്രപഞ്ചം ഈ ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ പോലും അപ്പൊ ബിഗ് ബാങ്ങിലൂടെ ഉണ്ടാകാൻ പ്രപഞ്ചത്തിന് ആന്റി പ്രപഞ്ചം വേണ്ടി വരും. പക്ഷെ പ്രപഞ്ചം എന്നും വ്യത്യസ്ത രൂപത്തിലുണ്ടായിരുന്നു. അതിന്റെ രൂപങ്ങളാണ് മാറുന്നത്. ആകർഷണവും വികർഷണവും ഉണ്ട്. പിന്നെ ഉദാഹരണമായിട്ട് കേശവനാരൊക്കെ പോയി ചോദിക്കുന്നതോടുള്ള ചോദ്യങ്ങൾ തന്നെ ഗുരുത്വാകർഷണത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അല്ല എല്ലാം അല്ല ആകർഷണം ഉള്ളപ്പോൾ വികർഷണം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമല്ലേ? അല്ല ഗുരുത്വം എപ്പോഴും ആകർഷണം, അതിന് ഓപ്പോസിറ്റ് ഇല്ല. ചില കാര്യങ്ങൾക്ക് ശരിയാവുന്നുണ്ട്. അല്ല 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 ഞാൻ അവിടെ പറയാം ഞാൻ മനസ്സിലാക്കിയ ശാസ്ത്രത്തിൽ നിന്ന് പറയാം. ആകർഷണം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇപ്പൊ സൂര്യനും ഭൂമിയും തമ്മിൽ ആകർഷണം ഉണ്ടല്ലോ. ആ ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി എന്താ പോയി സൂര്യനിൽ ചേരാത്തത്? അതാണ്. പക്ഷേ കേശവനാരുടെ ഞാൻ ചോദിച്ചു, ഞാൻ തിരിച്ചാണ് ചോദിച്ചത്. ഞാൻ ഇതിനെ ഈ ഭാഗത്ത് നിന്നാണ് ചോദിച്ചത്. അപ്പൊ പുള്ളി ഒരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. സെൻട്രൽ ഫ്യൂവൽ ഫോഴ്സും പെല്ലറ്റ് ഫോഴ്സും ബാലൻസിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ പുള്ളി പറയുന്ന കാര്യം അതല്ല. ഗുരുത്വാകർഷണം എപ്പോഴും ആകർഷണമാണ്, അതിന് വികർഷണമില്ല. അങ്ങനെ ഒരു ഫോഴ്സ് ലോകത്തില്ല. അല്ല അതിൽ നിന്ന് എന്താണ് അദ്ദേഹം ചെന്നെത്തുന്ന നിഗമനം? എന്താണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്? ചിലയിടത്ത് ശരിയാകുന്നുണ്ട്. ഇതൊരു സാർവാശ്ലേഷയായിട്ടുള്ള ഒരു സിദ്ധാന്തമല്ല, സയന്റിഫിക്കലി പ്രൂവൺ അല്ല, വെരിഫൈഡ് അല്ല, യൂണിവേഴ്സൽ അല്ല. ചില കാര്യങ്ങൾ ശരിയാകുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും 2 കണ്ടെത്താൻ കഴിയും. ചിലർക്ക് എല്ലാത്തിലും 3, ചിലർ 4ആണ്. 4 ദിക്ക്, ചതുർഭുജം. അത് ചിലരുടെ മാനസികാവസ്ഥ കൊണ്ട് ഒന്നും കണ്ടെത്താൻ പറ്റില്ലെന്നും വരും. അപ്പൊ ഓരോ പക്ഷെ ഇതിനകത്ത് പ്രതിഭാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങളിലേക്കാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും പ്രമാണം ഉണ്ടാക്കി വെച്ചിട്ട് അത് പ്രതിഭാസങ്ങളിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അല്ല ഈ പ്രമാണം എന്നും ഉണ്ടായിരുന്നു. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ആണ്. അതെ അങ്ങനെ തല കുത്തി നിന്നതിന് തല നേരെയാക്കുകയാണ് മാർക്സ് ചെയ്തത്. മാർക്സ് പറഞ്ഞത് ഡയലക്റ്റിക്സ് ഞാൻ കണ്ടുപിടിച്ചാണെന്ന് മാർക്സ് പറഞ്ഞിട്ടില്ല. ഡയലക്റ്റിക്സിന്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരം ഹെഗലിൽ നിന്നാണ്. ഹെറാക്ലീറ്റസ് ഒരു നദിയിൽ 2 തവണ വിരൽ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഹെറാക്ലീറ്റസ് ഡയലക്റ്റിക്സ് തന്നെ അവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് ആചന്ദ്രധാരെ സന്തതി പ്രവേശം ഇതിനകത്തൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന് വാദിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ചന്ദ്രനും സൂര്യനും ഒക്കെ തന്നെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചറിനകത്ത് പിന്നെ എംഗൽസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ആധുനിക ശാസ്ത്രവും പറയുന്നു. സൂര്യന് എല്ലാ കാലവും നിൽക്കാൻ കഴിയില്ല. അപ്പം സൂര്യൻ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ആശ്വസിക്കാം. ഞാൻ സൈനോഫി ചോദ്യം ഇപ്പോൾ മനോജ് MP, മനോജ് അബ്ദുള്ളക്കുട്ടി MLA, TK ഹംസ, കുറെ പേരൊക്കെ പാർട്ടിയിലേക്ക് വന്നിട്ട് പാർട്ടിയെ അത്യാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു നിലയെത്തുമ്പോൾ പിന്നെ ഒരു മാർഗം തടസ്സപ്പെടുത്തുമ്പോൾ വിശ്വാസം എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ വടകരയിലെ MP ആയിട്ട് നിൽക്കുന്ന ആൾക്കെതിരെ പാർട്ടിയിൽ തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലെന്ന് താങ്കൾ പറഞ്ഞേക്കും. ഇപ്പോൾ പാർട്ടി ഈ സമൂഹത്തിനൊപ്പം ചേർന്നിരിക്കുന്ന ഒരു പാർട്ടിയാണോ താങ്കളുടെ ഭാവന? അവസാന ചോദ്യം. യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഒരുപാട് പേർ നവോത്ഥാന പ്രസ്ഥാനം അടക്കം വലിയ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അമൂല്യമായ സംഭാവനയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ളത്. കേരളത്തിന്റെ വളർച്ചയുടെ ഒരു അവിഭാജ്യ ഭാഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനിയും അതെ ആ ചരിത്രബോധം വേണം. ആ ചരിത്രത്തിൽ സംഭാവന നൽകിയ ഒരു പാർട്ടിക്ക് തുടർന്ന് ഭാവിയിലും സംഭാവന നൽകാതിരിക്കാൻ കഴിയില്ല. ആ സംഭാവന നൽകുമെന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. അതിന് ഇന്നെന്തെങ്കിലും പ്രാപ്തിക്കുറവ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തി ആ പ്രാപ്തി പാർട്ടി കൈവരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പം ചേർന്ന ഈ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി അഖിലേന്ത്യാ തലത്തിൽ നേരിട്ട പാർട്ടി ഡൽഹിയിൽ ചേർന്ന അതിൻ്റെ ചർച്ചയിലൂടെ ഇപ്പം പാർട്ടി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ രേഖയുണ്ട്. ആ രേഖയിൽ ജനങ്ങളിൽ നിന്ന് പാർട്ടിക്ക് അകൽച്ച ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി പറഞ്ഞിരിക്കുകയാണ്. ചെറുപ്പക്കാര് പിന്നെ പുതിയ തലമുറ ഇവരിലേക്കൊക്കെ പാർട്ടിയുടെ ആശയങ്ങൾ കടന്നു ചെല്ലുന്നതിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അത് വേറൊരു അനുഭവ ലോകമാണ്. പക്ഷെ സമൂഹത്തിൽ ലെനിൻ പറഞ്ഞതുപോലെ ബഹുജനങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരനെത്തണം. അവരുടെ കൂടെ ചേർന്ന് അവരുടെ നിലവാരത്തിലേക്ക് താഴാനല്ല, അവരെ പുതിയൊരു സാമൂഹ്യ ബോധത്തിലേക്കും ശാസ്ത്രീയ ചിന്തയിലേക്കും സമൂഹത്തെ പുതുക്കിപ്പണിയേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും കൈപിടിച്ചുയർത്തി സമൂഹത്തെ പുനർനിർമ്മിക്കാനാണ്. ആ കർത്തവ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാവിയിലും ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഇന്ന് ദൗർബല്യങ്ങളോ കുറവുകളോ
ചില സ്ഥലങ്ങളിൽ ചില വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നില്ലെന്നല്ല, ഉണ്ട്. അതെല്ലാം തിരുത്തിക്കൊണ്ട് പാർട്ടി കൂടുതൽ കരുത്താർജിക്കും. വളരെ സന്തോഷം.